ഈ ഒരു ക്യാമ്പസിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇപ്പോഴുള്ള? ഞങ്ങൾ കൂടിയിരുന്ന പഴയ സ്ഥലം ഞങ്ങൾക്ക് തീരെ പോരാതെ വന്നു. അവിടെ എത്ര പേർക്ക്? അവിടെ ഇപ്പോൾ 5 നിലയാണ്, 5 നിലയുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ നിലയിൽ 1100 കസേരയിടാം, ടോപ്പ് ഫ്ലോറിലും 1100 കസേരയിടാം. പക്ഷെ അത് ഞങ്ങൾ രണ്ടായിട്ട് തിരിച്ചു. ഒരു 900 പേരെടുത്തു, ഒരു 200 പേരെടുത്തുമായിട്ട് തിരിച്ചപ്പോൾ ഒരു 50 എണ്ണത്തിൻ്റെ കുറവും വരും. ആ ഇടയ്ക്കകത്ത് ഒരു ഭിത്തി വന്നുണ്ട്, ഒരു കുറവും വരും. അങ്ങനെ 2 ഫ്ലോറ്. പിന്നെ ഞങ്ങൾ താമസിക്കുന്നൊരു ഫ്ലോറ്, അതിൻ്റെ താഴെ ഫ്ലോറ്. എല്ലാം കൂടെ 2000 പേർക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാം. അതിനകത്ത് തമിഴ് ആരാധന നടക്കുന്നുണ്ട്, തെലുങ്ക് ആരാധന നടക്കുന്നുണ്ട്, കന്നഡ ആരാധന നടക്കുന്നുണ്ട്. 3 ലാംഗ്വേജ് അവിടെയാണ് നടക്കുന്നത്, ഡിഫറെൻറ്റ് ഫ്ലോറിലായിട്ട്. അതിനകത്തൊന്നും സ്ഥലം ഞങ്ങൾക്ക് ഒട്ടുമില്ലാതെ വന്നതോടെ ഒരു സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപാടെടുത്ത് പോയി അന്വേഷിച്ചു. അന്നൊരിക്കൽ ഏത് വർഷമാണ്, 2001 2002 അന്നൊരു 21 ദിവസം ഞാൻ ചർച്ച് ബിൽഡിങ്ങിനുള്ള സ്ഥലത്തിന് വേണ്ടി മാത്രം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. 21 ദിവസം. അന്ന് ഉപവാസത്തിന് ഭയങ്കര വിശ്വാസമാണ്. ഉപവാസം ഒരു വർഷം 2 പ്രാവശ്യം ഉപവാസ പ്രാർത്ഥന ഉണ്ട് ചർച്ചിന് കംപ്ലീറ്റ്. ഒരു വർഷം 2 പ്രാവശ്യം. അതിലൊന്നിനെ ഞങ്ങൾ ആനുവൽ ഫാസ്റ്റിംഗ് എന്ന് വിളിക്കും, മറ്റേത് കാഷ്വല. സഹോദരിമാർ തന്നെ ഉപവാസം വേറെ, സൺഡേ സ്കൂളുകാർ, യങ് വിമൻസ് അവർ തന്നെ വരുന്ന, ഇങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. ഇവരെല്ലാം ഉപവസിക്കും. എനിക്കത് 10-60 ഗ്രൂപ്പുണ്ട്. അതിലെ പല ഗ്രൂപ്പിനും അവരുടേതായ ഉപവാസം. ഈ ആഹാരമില്ലാത്ത വീടുകൾ വൺസ് ഇൻ എ വൈൽ വരും. അങ്ങനെയുള്ളവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി തണൽ എന്ന് പറയുന്നൊരു കൊച്ചു ഓർഗനൈസേഷൻ ഞങ്ങൾക്കുണ്ട്. തണലുകാർ തന്നെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. ഇവർ ആഹാരം കൊണ്ട് കൊടുക്കുക തന്നെയല്ലേ ഇന്ന്. ഞങ്ങൾക്കൊരു കൊച്ചു കാറുണ്ട്. ഈ ആഹാരമില്ലാത്ത വീടുകളിൽ പെട്ടെന്ന് ആഹാരം എത്തിക്കാൻ ഒരു ഡ്രൈവറും ഉണ്ട്. അപ്പോൾ അതിന് ചുമതല നോക്കുന്നത് എൻ്റെ മരുമോള്, മൂത്ത മകൻ്റെ വൈഫാണ്. അവക്കൊരു ഗ്രൂപ്പുണ്ട്. അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു പറയും, കർത്താവേ, ഞങ്ങൾ ഈ വീടുകൾക്ക് ആഹാരം കൊണ്ട് കൊടുക്കും. എത്ര ദിവസം കൊടുക്കും? ദൈവം തന്നെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്തേ പറ്റും. എന്നിട്ടൊരു 30 ദിവസം മുതൽ 45 ദിവസം വരെ ആ വീട്ടുകാർക്ക് കഴിയാൻ ആവശ്യമുള്ള അരി, ആട്ട, പയറ് വർഗ്ഗങ്ങൾ, അങ്ങനെ 1 മാസത്തേക്കോ 1.5 മാസത്തേക്കോ സ്റ്റോക്ക് ചെയ്യാവുന്ന മുഴുവൻ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കും. ഒരു 200-300 ആയിരം രൂപ അവർക്ക് പാലും പച്ചക്കറിയും വാങ്ങിക്കാനുള്ളത് വേറെയുമായിട്ട് ആ വീട്ടിൽ കൊണ്ട് എല്ലാം ചെറിയ അക്കോമഡേഷനൊക്കെ ആയിരിക്കും. അവരുടെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ഇതും അവിടെ കൊടുത്ത് അനുഗ്രഹിച്ചു വരും. 90% കേസിലും നെക്സ്റ്റ് മന്തിന് മുമ്പേ അവർക്ക് ജോലി കിട്ടിയിരിക്കും. 90% കേസിലും അവർക്ക് ജോലി കിട്ടിയിരിക്കും. ചിലർക്ക് 2-3 മാസം വരെ, 3 പ്രാവശ്യം വരെ ഇങ്ങനെ കൊണ്ട് കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം സെപ്പറേറ്റ് ഉപവാസമുണ്ട്. ഞാനീ പറയുന്നത് മെയിൻ ഉപവാസ പ്രാർത്ഥന. ഞങ്ങൾക്ക് ആനുവൽ കൺവെൻഷൻസ് ഇല്ല, പകരം ഞങ്ങൾ ആനുവൽ ഫാസ്റ്റിംഗ് വെക്കാറുള്ളത്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ ഇതിനകത്ത് ഭയങ്കര വളർത്തുന്നതിന് ഫുൾ ടൈം ഫാസ്റ്റിംഗ് ആണ് ആ കാലഘട്ടങ്ങളിൽ ഫുൾ ടൈം ഫാസ്റ്റിംഗ്. അങ്ങനെ ഞാനൊരു 21 ദിവസം ഉപവസിച്ചു. 20-ഉം 21-ഉം 2 ദിവസം ഇവിടെ ആലപ്പുഴ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ജോഷി പാസ്റ്റർ നിർബന്ധിച്ചു. ജോഷി ഇവിടുത്തെ പ്രൊഡക്റ്റാണ്, ഞങ്ങളുടെ കുഞ്ഞ്. ജോഷി എന്നെ നിർബന്ധിച്ച് അവിടെ വരണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ പ്രസംഗിക്കാൻ വലിയ പ്രയാസമാണ്, അങ്ങ് തളർന്ന് വീഴും. ജോഷിയോട് ഞാൻ പ്രയാസമാണെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ പോയി. ഇവിടെ ഒരു പ്രത്യേക പ്രാർത്ഥനയില്ല, ഞാൻ വ്യക്തിപരമായി ഉപസിക്കുകയാണ്. ജോഷിയുടെ അവിടെ ചെന്നു. ഒരു രാത്രി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു നിവൃത്തിയില്ലെന്നായി. പിറ്റേ ദിവസം രാവിലെ ഞാൻ സാമച്ചൻ പാസ്റ്ററെ വിളിച്ചു. സാമച്ചനെ വിളിച്ചത് പറഞ്ഞു, സാമച്ച, ഈ ആലപ്പുഴ ഏരിയയിൽ എങ്ങാനും ഉണ്ടെങ്കിൽ വാ, എനിക്ക് പകരം ഒരു നേരം ശുശ്രൂഷിക്കാനാണ് ജോഷിയുടെ ചർച്ച. പുള്ളി പറഞ്ഞു, ഞാൻ ആലപ്പുഴ ഉണ്ട്, വരാമെന്ന് പറഞ്ഞു. വന്നു. സാമച്ചനോടൊരു ദൂതെടുത്തു. സാമച്ചൻ്റെ ദൂതെടുത്തേച്ച് പറഞ്ഞു, ബാംഗ്ലൂർ റിംഗ് റോഡ് വളഞ്ഞും കിളന്നും പോകുന്നു. പാലത്തിൽ കയറി കിഴക്കോട്ട് തിരിയുമ്പോൾ ഇടത്തുവശത്ത് കാണുന്ന ചതുപ്പ് നിലത്തിൽ നിനക്ക് 3 ഏക്കർ ശിഷ്ടം ഞാൻ തരാൻ പോവാം. പണം എവിടെ എന്ന് ചോദിക്കരുത്, അത് ഞാൻ തരും. അവിടെ ഒരു ചർച്ച് ബിൽഡിംഗ് വരും എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു പാലമില്ല, ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു പാലമില്ല. ഞാനിവിടെ വന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ, ഇങ്ങനെ ഒരു വാക്കുണ്ട്, റിംഗ് റോഡിൽ എവിടെ പാലം നോക്കണം. അന്നേരത്താണ് പിള്ളേർ പറയുന്നത്, ഡാഡി, ഇവിടെ ഒരു റിംഗ് റോഡിനകത്ത് മേളിൽ ഒരു പാലം ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അത് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, പണിതിട്ടില്ല. ആ പാലം പണിതു. ആ പാലം 1.5 കിലോമീറ്റർ ഉണ്ട്, അതിൻ്റെ എല്ലാ ബ്രാഞ്ചും കൂടെ ചേർത്താൽ പല ബ്രാഞ്ചുണ്ട്. ഇവിടുത്തെ അക്കാലത്തുള്ള ഏറ്റവും വലിയ ബ്രിഡ്ജായിരുന്നു. അതിനകത്ത് കയറി കിഴക്കോട്ട് പോകുന്ന ബ്രാഞ്ചിൽ കൂടെ തിരിഞ്ഞ് ഇറങ്ങിയാൽ ഒരു 150 അടി മുന്നോട്ട് വരുമ്പോൾ ഇടത്തുവശത്ത് കണ്ട ചതുപ്പ് നിലമാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. ഇത് ചതുപ്പ് നിലമായിരുന്നു. ഇത് ചതുപ്പ് നിലമായിരുന്നു.
ഇരിക്കുന്നത്. ഇനിയും ഒന്ന്, ഇവിടെ ഞങ്ങൾ പ്രയർ വോക്കിന് പോകും. പ്രയർ വോക്കിന് പോകുമ്പോൾ ചർച്ചിന് ദൈവം തന്നിരിക്കുന്ന ലാൻഡ് ഇവിടെ അങ്ങ് പറഞ്ഞുകൊണ്ട്, അന്ന് ലാൻഡ് പണിതിട്ടില്ല, നമ്മൾ വാസ്തു വാങ്ങിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ റോഡേ കൂടെ പോകുമ്പോൾ ഒരിക്കൽ സുരേഷ് ബാബു ഇവിടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എങ്ങാണ്ടാണ് ഈ സർവേ നമ്പർ 67 ഇവിടെ എങ്ങാണ്ടാണ്. അപ്പോൾ അന്നങ്ങ് പ്രവചനത്തിൽ അങ്ങ് വിശ്വസിച്ചു. അത് പ്രവചനം വിശ്വസിക്കല്ല. ദൈവം സഭയിൽ ഒന്നാമത് പ്രവാചകന്മാർ, രണ്ടാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകൻ ഇതിനാക്കി. അത് വിശ്വസിച്ച് കണ്ടുപിടിക്കാൻ വന്നതാണ്. അതെ, നിശ്ചയം. അത്ര അങ്ങ് വിശ്വാസിയാണ്. ആ കൂട്ടത്തിൽ ഒരാൾ പ്രപ്പോസ് ചെയ്തു, ഇവിടെ ഇങ്ങനെ ഒരു ലാൻഡ് ഉണ്ട്, കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നടന്നു പോകും. സുരേഷ് ബാബു ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു ഇവിടെയും കണ്ടാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഇച്ചിരൂടെ മുന്നോട്ട് നീങ്ങിയ എന്ന് പറഞ്ഞു. സുരേഷ് ബാബു ഇച്ചിരൂടെ മുന്നോട്ട് പോയി, ഒരു 150 അടി കൂടെ മുന്നോട്ട് പോയി. ഇവിടെ ദൈവാത്മാവ് ഒരു പോയിന്റ് കാണിക്കുന്നു പറഞ്ഞു. പുള്ളി ഒരു കല്ലെടുത്ത് എറിഞ്ഞു. അതായത് ഞങ്ങളുടെ ഇംഗ്ലീഷ് സെക്ഷൻ വാങ്ങിച്ചിരിക്കുന്ന അറിയാം. ഇത് സാമച്ചന്റെ പ്രോഫസിയാണ്, മറ്റേത് സുരേഷ് ബാബുവിന്റെ പ്രോഫസിയാണ്. പ്രോഫസി അംഗീകരിക്കുന്നവനെ മാത്രമേ ദൈവം നിവർത്തിക്കത്തുള്ളൂ. ഒരുത്തൻ അംഗീകരിക്കുന്നില്ല, ദൈവം അവന് നിവർത്തിക്കത്തില്ല. ഇന്നും അങ്ങനെ എന്നോട് വെള്ളത്തിൽ ചാടാൻ ദൈവാത്മാവ് പറഞ്ഞ ഞാൻ ചാടും. എന്നോട് അയ്യോ അല്ലാത്തവനെ ദൈവത്തിന് എന്തെടുക്കാൻ കൊള്ളു. ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തെ അനുസരിച്ചേ പറ്റും. അങ്ങനെ ദൈവത്തിന്റെ കൃപയാണ്. അങ്ങനെയാണ് ഈ ബിൽഡിംഗ് എല്ലാം ഫൗണ്ട് ചെയ്തതും. അതെ, ഇത്രയൊക്കെ. ഇതിന് ഒരുപാട് എതിർപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നെങ്കിൽ എതിരെ വലിയൊരു ശക്തിയുണ്ട്, വലിയ ഭയങ്കര ഒരു ശക്തിയുണ്ട്. അത് പിശാച്. അത് ഒക്കുന്ന എല്ലാ ഓപ്പോസിഷൻസും കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഫുൾ പ്ലേസ് പണിയാൻ സാങ്ഷൻ ഇല്ല. ഇത് ഗവൺമെന്റ് സാങ്ഷനാണ്, ഹൈക്കോടതിയുടെ ഓർഡറും പ്രകാരമാണ് ഞങ്ങളിത് പണിതത്. ഇവിടെ ഇരിക്കുന്നതും ഹൈക്കോടതിയുടെ ഓർഡറാണ്. പക്ഷേ ഇതിനപ്പുറത്തോട്ടൊരു പെർമനന്റ് ബിൽഡിംഗ് ഇതിനേക്കാൾ വലുതായിട്ട് വെക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ ഒരു സാങ്ഷൻ കിട്ടിയിട്ടില്ല. ദർ ആർ ലീഗൽ കോംപ്ലിക്കേഷൻസ് അതിൻ്റെ അതിനകത്ത് കിടക്ക്. മോനെ അവൻ്റെ ഒരു ഇത് പണിയാനായിട്ടിരുന്ന എൻവയറമെന്റൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്നോട് പറഞ്ഞതനുസരിച്ച് 200 പേജുള്ളൊരു ബുക്കാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. എൻവയറമെന്റൽ ക്ലിയറൻസിന് വേണ്ടി കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഒരു ബുക്കാണ്. അതിനകത്ത് 200 പേജാണ്. എന്നോട് അവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അതിൻ്റെ അക്കൗണ്ട് നോക്കാറില്ല, അക്കൗണ്ടിലോട്ട് പോയിട്ടില്ല. അവൻ പറഞ്ഞതനുസരിച്ച് 4 കോടി രൂപയാണ് അതിൻ്റെ ഒഫീഷ്യൽ ഗവൺമെൻറ് ഫീസ്. ഈ എൻവയറമെന്റൽ ഫ്രീഡം ഇത്രയും ഒരു ഏരിയയ്ക്ക് കിട്ടി വരാനായിട്ട്, കെട്ടിടം പണിയാനായിട്ട്. അതുവരെ കൊടുത്തിട്ടിരിക്കുക. ഫൈനൽ സിഗ്നേച്ചർ ഇതുവരെ ആയിട്ടില്ല. ഇന്നും ഫൈനൽ സിഗ്നേച്ചർ ആയിട്ടില്ല. കിട്ടും, ഈ വർഷം കിട്ടുമെന്നുള്ളതാണ് വിശ്വാസമാണ്. ദൈവാത്മാവ് എന്ന ഇന്ന ഡേറ്റ് കിട്ടുമെന്നൊരു ഡേറ്റ് എന്നോട് പറഞ്ഞിട്ടില്ല. ആശിക്കുന്നു, പ്രത്യാശിക്കുന്നു, ഇത് മുന്നോട്ട് പോകുന്നു. ഇനി എന്തോ അങ്ങനെയാണ്. പക്ഷേ ഇതിനോടകം ഞങ്ങൾ കോളാറിൽ ഒരു വസ്തു വാങ്ങിച്ചു, അവിടെ ഒരു സ്ഥലം വാങ്ങിച്ചു, അവിടെ ഒരു ചർച്ച വെച്ചു. ഇപ്പൊ 1500ഓളം പേര് അവിടെ കൂടുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷെ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞങ്ങൾ വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് ഇത്രയും ദൂരമാണ്, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകണമെന്ന് തോന്നി. ഇവിടെ എവിടെയാ, ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു സ്ഥലം വാങ്ങിച്ചു. അവിടെ ഏറെക്കുറെ ഞങ്ങളുടെ ആദ്യത്തെ ബിൽഡിംഗ് പോലെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് വെച്ചു. ഇന്ന് അതിന് 6 ബ്രാഞ്ചസ് ആയി, എല്ലാം ചർച്ചസ് ആയി. എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? വണ്ടിയുടെ പാർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് ഞായറാഴ്ചകൾ ഇവിടെ? പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൈവത്തിന്റെ കരുണയെ നമുക്കിപ്പോൾ 6 ഏക്കർ ഉണ്ട് ഇവിടെ. ഈ 6 ഏക്കറിനകത്ത് പാർക്ക് ചെയ്യാവുന്നതിനേക്കാൾ ഒത്തിരി കൂടുതൽ വണ്ടികളാണ്. ട്രാഫിക്കാണ് ഞായറാഴ്ച, ഭയങ്കര ട്രാഫിക് ജാം. രാവിലെ പോലീസ് വരും, പോലീസ് വന്ന് കുറെ പോലീസ് കുറെ കൺട്രോൾ ചെയ്യും. നമുക്കിവിടെ പാർക്കിങ്ങിനകത്ത് സെക്യൂരിറ്റി, നമ്മുടെ സെക്യൂരിറ്റി ഉണ്ട്. 20 പേര് പാർക്കിംഗ് ടീമുണ്ട്. അവർ ചെയ്യും. തിങ്കളാഴ്ച പോലീസ് റിപ്പോർട്ടും കൊടുക്കാറുണ്ട്. ട്രാഫിക് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പം ഇംഗ്ലീഷ് അതിന്റെ ബാക്കിലായിട്ടും മലയാളം അതിന്റെ മുമ്പിലായിട്ടും. അതങ്ങനെ ആക്ച്വലി ഈ മലയാളത്തിന്റെ ബിൽഡിംഗ് ഇംഗ്ലീഷ് പണിതാ. അവർക്ക് വേണ്ടി ഇവിടെ ആദ്യം ഒരു ടെന്റ് ഇട്ടു. അവന് കുറച്ചുകൂടി ചെറുപ്പക്കാരനല്ലേ, അപ്പം ഞാൻ ഇച്ചിരൂടെ പ്രായമുള്ള ആളാണ്. അവൻ്റെ അടി എടുത്തു എന്ന് പറഞ്ഞ് അവൻ മാറി അപ്പുറത്ത് ഇതിനേക്കാൾ നല്ല വേറെണ്ണം വെച്ചു. അവൻ ഇച്ചിരൂടെ നല്ലത് വെക്കണമെന്നുണ്ടായിരുന്നു. അങ്ങോട്ട് മാറി വെച്ചു. എല്ലാത്തിനും ഹൈക്കോടതി സാങ്ഷൻ ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമ്മളിപ്പം ഇത്രയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചിട്ടുണ്ടോ? ഈ എന്തും വേണ്ടി എന്തെങ്കിലും ഒരു ഭയങ്കര ഒക്കേഷൻ ഉണ്ടായിരുന്നു. ഒരിക്കല് ഞങ്ങൾക്ക് ഇവിടുന്ന് തഹസിൽദാരുടെ ആണെന്ന് തോന്നുന്നു ഒരു നോട്ടീസ് വന്നു. 48 hours കൊണ്ട് ചർച്ച വിടുന്ന എടുത്തുകൊണ്ട് പോകണം, വെക്കേറ്റ് ചെയ്യണം. ഈ ലാൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കത്തില്ല, നിങ്ങളുടെ മൂവബിൾ ഐറ്റംസ് എടുത്ത് മാറ്റിക്കോ, അല്ല ഞങ്ങൾ പൊളിച്ചു കളയാൻ പോകാം.
പക്ഷെ ഞങ്ങളുടെ മൂവബിൾ ഐറ്റംസ് എവിടെ കൊണ്ടുവെക്കും? ഇവിടെ ഇരിക്കുന്ന ആംപ്ലിഫയർസ്. ഞാൻ താമസിക്കുന്നത് കൊച്ചു വീടാണ്. ഞാൻ വന്നിട്ടുണ്ട്. അതെ, ബസ് വന്ന കൊച്ചു വീട്. എവിടെ കൊണ്ടുവെക്കും? ഞങ്ങൾക്ക് അങ്ങനെ വെക്കാൻ സ്ഥലമില്ല. അപ്പം പോകുക പോട്ടെ, അത്ര തന്നെ. പ്രാർത്ഥിക്കാം. ദൈവമായിട്ട് പറഞ്ഞ് ദൈവം വാങ്ങിപ്പിച്ചതാണ്, അതുകൊണ്ട് ദൈവം നോക്കുന്നിടത്തോളം നോക്കട്ടെ. ഇവിടുത്തെ കഴിഞ്ഞെങ്കിൽ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നും പെറുക്കിയില്ല. എനിക്ക് തോന്നുന്നത് 24 hours കഴിഞ്ഞു ഡോക്ടർ PG വർഗീസ് എന്നെ വിളിച്ചു. ഇത് ചോദിച്ചു, സാറേ നിങ്ങൾ ഇങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടെന്ന് കേട്ടില്ല. ഞാൻ പറഞ്ഞു ഉണ്ട്. ഞങ്ങൾ ചർച്ച വിശ്വാസികളോട് പറഞ്ഞിട്ടില്ല. വളരെ കോൺഫിഡൻസോടുകൂടെ പറയാവുന്ന ശുശ്രൂഷകന്മാരോട് പറഞ്ഞു. മക്കൾക്കും എനിക്കും എൻ്റെ വൈഫിനും അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. കാര്യം നോർമൽ വിശ്വാസികൾ പറഞ്ഞവരുടെ വിശ്വാസം പോകും, തീർച്ചയായിട്ടും അതോടുകൂടെ എല്ലാം തീരും. അവരോടും പറഞ്ഞാലും ദൈവം ചെയ്യാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം വെളുപ്പിനെ 5:30 മണിക്കാണെന്ന് തോന്നുന്നു, 5:30 അല്ലെങ്കിൽ 5:45 PG വർഗീസ് വിളിച്ചു. സാർ എന്നാ ചെയ്യുന്നു ചോദിച്ചാൽ പറഞ്ഞു ഒന്നും ചെയ്തില്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞു, സാറേ നിങ്ങൾക്ക് പുതിയ സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്ന് വിശ്വസിക്കുക. പക്ഷെ അനങ്ങാതിരിക്കരുത്. ഞാനൊരു 6 or 7 ഫാക്സ് നമ്പർ തരാം. ഇതിൽ ഓരോ കംപ്ലൈൻറ്റ് അയച്ചുകൊണ്ടിരിക്കണം. 7 തോന്നുന്നു, അതോ 6 ഫാക്സ് നമ്പർ തന്നു. ഒന്നാമത്തേത് ഡോക്ടർ അബ്ദുൽ കലാം, അന്നത്തെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നമ്പരാണ്. രണ്ടാമത്തേത് അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നമ്പരാണ്. ഇങ്ങനെ അവിടുന്ന് 7ാമത്തെ നമ്പർ, ലാസ്റ്റ് നമ്പർ PG വർഗീസ്, മൈനോറിറ്റി കമ്മീഷന്, ഇവര് മിനിസ്റ്റേഴ്സ്, ഇങ്ങനെ എല്ലാവർക്കുമായിട്ട് ഈ നമ്പർ. ഈ PG വർഗീസ് ഒരു വലിയ സംഭവമാണ്. ദൈവം അദ്ദേഹത്തിന് നിങ്ങൾക്കെതിരെ ഭയങ്കര ശല്യം. ദൈവം ആരെ ഉപയോഗിച്ചാലും വഴക്കില്ലാത്ത, ദൈവം ആരെ ഉപയോഗിച്ചാലും വഴക്കുണ്ട്. വഴക്ക് ഈ ഒരെണ്ണം ആളുകൾ വഴക്കിടുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആളാണെന്ന് നമുക്ക് നേരെ അങ്ങനെ മനസ്സിലാവും. ഓക്കെ, ഡോക്ടർ PG വർഗീസ് ഈ നമ്പർ വെച്ച് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് അയക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യത്തെ കംപ്ലൈൻറ്റ് അയക്കുന്നത് 6:30 മണിക്ക്. കാര്യം അതുവരെ കൊണ്ടാണ് ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് ഒരു പക്ക ഫോമിലാക്കിയത്. എന്നിട്ട് ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിനെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കോപ്പി ടു ഈ ബാക്കിയുള്ള നമ്പരെല്ലാം വെച്ച് ഈ നമ്പർ ഇതയച്ചു. 6:30 അയച്ചു, 7 അയച്ചു, 7:30 അയച്ചു, 8 അയച്ചു, 3 എല്ലാം ഒന്നും കംപ്ലൈൻറ്റ് അല്ല അയക്കുന്നത്. റിമൈൻഡർ അയച്ചു, ഓൺ മൈ കംപ്ലൈൻറ്റ്, റിമൈൻഡർ ഓൺ മൈ കംപ്ലൈൻറ്റ്. ഒരു 4-5 റിമൈൻഡർ കഴിഞ്ഞ ശേഷം ഒറിജിനൽ കംപ്ലൈൻറ്റ് ഒരു പ്രാവശ്യം കൂടെ. ഇങ്ങനെ ഓരോ മെയിൽ പോയിക്കൊണ്ടിരുന്നു, ഫാക്സ് പോയിക്കൊണ്ടിരുന്നു. 3:30 മണിയുടെ ഫാക്സ് അടിക്കാൻ, ഇപ്പോഴും എനിക്ക് ടൈം നല്ല ഓർമ്മയാണ്. 3:30 മണിയുടെ ഫാക്സ് അടിക്കാൻ വേണ്ടി ഞാൻ പോയി ഫാക്സ് മെഷീൻ ഓൺ ചെയ്യുകയും ഒരു ഇൻകമിങ് ഫാക്സ് ഇങ്ങോട്ട് വരിക. അബ്ദുൽ കലാം സാറിൻ്റെ, അഡ്രസ് ടു ചീഫ് സെക്രട്ടറി ഓഫ് കർണാടക, കോപ്പി ടു MA വർഗീസ്. ക്രിസ്ത്യൻസിന്റെ ലീഗാലിറ്റി തെളിയിക്കാൻ വേണ്ടി ഗീവ് ദം ചാൻസ്, അതിന് പോസ്റ്റ്പോൺ ദ പ്ലാൻസ്, അതായിരുന്നു ഓർഡർ ഫ്രം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇത് കിട്ടി ഞാൻ ഭയങ്കര സന്തോഷത്തിൽ എടുത്തിട്ട് ഇടം പിള്ളേരെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഫാക്സ്. പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ വന്നു നോക്കിയപ്പോൾ ഇത് ഇടിച്ച് പൊളിക്കാൻ വേണ്ടി ബുൾഡോസേഴ്സ് റെഡിയായി നിൽക്കുകയായിരുന്നു. അതേ പൂമാലയൊക്കെ ഇട്ട് പൂജിച്ച് ബുൾഡോസർ ഇങ്ങോട്ട് കയറാൻ വേണ്ടി റെഡിയാക്കി ആളുകളുമായിട്ട് നിൽക്കുക. ഞങ്ങൾ ഒരു ബുൾഡോസർ തിരിച്ചു പോന്നു. ഓർഡർ വന്നു കഴിഞ്ഞ കാര്യം ചീഫ് സെക്രട്ടറിക്ക് ഇത് പോയത്, OP മാത്രമേ എനിക്ക് വന്നുള്ളൂ. പോയി നെക്സ്റ്റ് ഡേ തന്നെ കർണാടക ഗവൺമെൻറ് ഞങ്ങളെ ഇൻസ്ട്രക്ട് ചെയ്തു ഇമ്മീഡിയറ്റ്ലി ഹൈക്കോർട്ടിൽ പോകാൻ. ഞങ്ങൾ ഹൈക്കോർട്ടിൽ പോയി, ഹൈക്കോർട്ട് ഓർഡർ തന്നു. അങ്ങനെ ഇവിടെ നിൽക്കുന്നു. പക്ഷെ പെർമനൻറ്റ് ബിൽഡിംഗ് പണിയാൻ ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടില്ല ഹൈക്കോർട്ടിൽ നിന്ന്. അതിന് ഗവൺമെൻറ് ഡിസിഷൻ എടുക്കണം. ഗവൺമെൻറ് ഡിസിഷന് വേണ്ടി കാത്തിരിക്കുന്നു, ഇന്നും കാത്തിരിക്കുന്നു. പക്ഷേ വലിയ ചർച്ച് പണിയാൻ ഉദ്ദേശിച്ച ഒരാളിൻ്റെ പോലും ഇന്ത്യയിൽ എൻ്റെ അറിവിൽ പെർമനൻറ്റ് ബിൽഡിങ്ങിന് അനുവാദം കിട്ടിയിട്ടില്ല. അത് ഇന്ത്യ, അതുകൊണ്ട് അതങ്ങനെ കിടക്കുക. കോട്ടയത്തെ തങ്കും ഇതാ കിടക്കും. വിശ്വാസത്തിൽ അല്പസ്വല്പം വ്യത്യാസം ഉണ്ടായിരിക്കുക. അതായത് യേശുവിൻ്റെ നാമത്തെ അന്ന് ഉയർത്തുന്നത്. പെർമിഷൻ ഉണ്ടായിട്ട് എനിക്ക് അറിവില്ല. പക്ഷേ D. മോഹൻ 100% അസംബ്ലീസ് കൂടെ ചർച്ച. അദ്ദേഹം സ്ഥലം അക്വയർ ചെയ്തിട്ട് നാളെ എത്ര ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ വരുന്ന എല്ലാവരും തന്നെ ഈ പ്രശ്നത്തിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷെ അതൊരു ആവശ്യകതയും കൂടെ മാറിയിരിക്കുകയാണ് ദൈവസഭയുടെ, അല്ലേ? ഒരു സഭ പണിയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കണം, വേണം. കാര്യം എന്തെങ്കിലും മാത്രമേ ആളുകൾക്ക് വരാനൊക്കത്തുള്ളൂ, ആളുകൾക്ക് വളരാനൊക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. ഈ മരച്ചോട്ടിലിരുന്ന് ആരാധിച്ചു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഇന്നും ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ലതുണ്ടെങ്കിൽ അതാണ് നല്ലത്. PG വർഗീസ് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, സമൃദ്ധിയും അനുഭവിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സമൃദ്ധിയാണെന്നല്ലേ. ഈ സമൃദ്ധിയിൽ അഹങ്കരിച്ചു പോകുന്ന ഒരു കൂട്ടരുണ്ട്, അവനാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് ഡിമാൻഡ് ചെയ്യുന്നത്. കാര്യം ഒരുപാട് മച്ചുടായവനോ ദൈവത്തോട് കടപ്പാടുള്ളവനോ ദാരിദ്ര്യത്തെക്കാൾ നല്ലത് ഇപ്പോഴും സമൃദ്ധിയാണ്. നമ്മൾ തെറ്റിപ്പോകരുത്, ആ ലെവലിൻ്റെ മേളിൽ വരണം.
ഓടാൻ കഴിയുന്ന ഒരാളിന് നടക്കുന്നതിനേക്കാളും വേഗത ഓടുക. അതെ അതെ ഓടിയ താഴെ വീഴുമെന്നുള്ളവനാണ് അതെ കുഞ്ഞു പതുക്കെ പോണേ, കയ്യിൽ അതെ, പിടിച്ചോണ്ട് അതെ, പോണേ എന്നൊക്കെ അതെ, പറഞ്ഞ് അതെ, നടത്തുന്നത്. അതെ, അതെ. ഓടാൻ കഴിവുള്ളവൻ തന്നെ ഓടണം. അതെ അതെ അതെ. അങ്ങനെ വിവിധ ഉറക്കമില്ലാത്ത രാത്രികളും ഒരു അതോടൊപ്പം തന്നെ നമ്മളെ പറ്റി നിന്നവര് പോയ അവസ്ഥകളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഈ ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ലാർജ് നമ്പർ ഓഫ് 3000 പേര് ഒറ്റ ദിവസം പോയത്. 3000 പേര്, ഒരു 6-7 ശുശ്രൂഷമാർ. എത്ര ശുശ്രൂഷമാരാന്ന് പോലും ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ഓർമ്മയൊക്കെ പോയതൊക്കെ അവിടുന്ന്. അങ്ങനെയുള്ള കാലഘട്ടത്തെ കൊല്ലാൻ വേണ്ടി ആളുകൾ വീട്ടിൽ വന്ന് നിൽക്കുക. ഈ ചർച്ചിനകത്ത് കൊടിയും പിടിച്ചുകൊണ്ട് ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് വന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറയുക. കാറിനകത്ത് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാറ് തടഞ്ഞിട്ട് ഇടിച്ചു പൊളിച്ച് പെട്രോളുമായിട്ട് കത്തിക്കാൻ വരിക. എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം സംഭവങ്ങൾ. ഇതൊന്നും അങ്ങനെ സുഖമായിട്ട് ഉറങ്ങാവുന്ന ലൈഫല്ല ക്രിസ്ത്യൻ ലൈഫ്. ഒരു നന്നായി സുഖജീവിതം ഒരു വശത്ത്, സുഖജീവിതം അത് ദൈവം ഗ്രാൻഡ് ചെയ്തു, അതങ്ങനെ നടക്കുന്നു. അല്ല, അതിനകത്ത് ഞങ്ങൾക്ക് ഇതുവരെ ആരോടും മനസ്സിലാകുന്നില്ല. ആൾക്കാർക്ക് എന്തായിരുന്നു എംഎവറിസ് പോലെ ശോധന എന്താണ്, അല്ലെങ്കിൽ കൊടുക്കുന്ന വില എന്താണ്, നോബഡി നോസ്. മനസ്സിലായില്ലേ? എല്ലാവരും ഇപ്പോഴത്തെ എംഎവറിസ്, ഇപ്പോഴത്തെ ജനക്കൂട്ടത്തെ ഇന്നും പാസ്റ്റർ അങ്ങനെ, ഇന്നും പാസ്റ്റർ അങ്ങനെ കമ്മ്യൂണിറ്റി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് ആർക്കും പറയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്ററിന്റെ വീട്ടിൽ വന്നിട്ട്, നമ്മുടെ പാസ്റ്റർ വീട്ടിൽ ഞാൻ പാസ്റ്റർ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇങ്ങനെ ഇത്രയും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കുടിസ് മുറിയിലാണ് താമസിക്കുന്നത്. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാരും വിചാരിക്കുന്നത് എനിക്ക് ഒത്തിരി എന്നെ ഒരുപാട് മാറ്റിമറിച്ചു. കാരണം അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇന്നും ആ ഒരു അവസ്ഥയിൽ ജീവിക്കുവാൻ. അല്ല, ഞാൻ അതിനകത്ത് ഒരു മറുവശം കൂടെ പറയാം പാസ്റ്റർ. അങ്ങനെ ചെയ്യാൻ എൻ്റെ കാശില്ല പാസ്റ്റർ. ഉള്ളത് ചർച്ചിന്റെ എൻ്റെ പേര് കാശില്ല. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് അക്കാര്യത്തിൽ. പണം എന്നുള്ളതിനകത്ത് കാര്യം, പണം കൂടിപ്പോയിട്ട് എൻ്റെ പിള്ളേര് നശിക്കരുത്. ഞാൻ നശിക്കത്തില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. ഇന്നിപ്പോൾ പിള്ളേരും സ്റ്റേബിളാണ്, അവരും നശിക്കത്തില്ല. കൊച്ചുമക്കൾ ഇന്നത്തെ ചിന്ത, പണം കൂടിപ്പോയിട്ട് കൊച്ചുമക്കൾ നശിക്കാൻ പാടില്ല. ഇന്നത്തെ ചിന്ത അതാ. ആരംഭത്തിൽ ഞാൻ നശിക്കരുതെന്നായിരുന്നു. അത് മാറി ആ സ്റ്റേബിൾ പൊസിഷനിലെത്തി. പിള്ളേരെ കുറിച്ച് ചിന്തിച്ചു, അവരും സ്റ്റേബിൾ പൊസിഷനിലെത്തി. ഇന്ന് കൊച്ചുമക്കളെ കുറിച്ച് ചിന്തിക്കും. ഞങ്ങൾക്ക് തലമുറയുണ്ട്. എൻ്റെ മക്കൾ ഈ കള്ളു കുടിക്കുന്നവരാരുമില്ല, പെൺപിള്ളേരുടെ പുറകെ പോയത് ആരുമില്ല. ദൈവത്തിൻ്റെ കരുണയാൽ വൃത്തികെട്ട് നടക്കുന്ന ഒരുത്തനുമില്ല, ഹിപ്പി കളിക്കുന്ന ഒരുത്തനുമില്ല, അനാവശ്യത്തിന് പോകുന്നവൻ ഒരുത്തനുമില്ല, ക്ലബ്ബിൽ കയറുന്നവൻ ഒരുത്തനുമില്ല. കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് പന്ത് കളിക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടു. കൊച്ചുമക്കൾ പന്ത് കളിക്കാനും സ്പോർട്സിനും ഗെയിംസിനും ഒക്കെ അവർ പോകുന്നുണ്ട്. ഓക്കെ, അവരുടെ പ്രായത്തിൽ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ കൂടെയും ചർച്ച് ബിലീവേഴ്സിൻ്റെ കൂടെയും അവർ പോകുന്നത്. അതിനകത്ത് എനിക്ക് വിരോധമില്ല. അതല്ലാതെ ഞങ്ങൾക്ക് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇല്ല, ആർക്കും ഇല്ല. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സഹായിച്ചു. ഒത്തിരി പേരുടെ വൈരാഗ്യം അതാ. എൻ്റെ മോൻ തല തെറ്റി നടക്കുമ്പോൾ നിന്റെ മോൻ എന്തിനാ നന്നായിട്ട് ജീവിക്കുന്നത്? പറ. അവൻ കള്ളു കുടിക്കാത്തതിന് ഇപ്പോൾ ആരുടെ കുറ്റമാണ്? അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങയുടെ മക്കൾ രണ്ടുപേരും വില കൊടുത്തു, ചെറുപ്രായപ്പെട്ട വില കൊടുത്തു. എബ്രഹാമിനും ജോൺസനും ഒക്കെ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ പുറകിൽ അവര് കൊടുത്തൊരു വാല്യൂ ഉണ്ട്. അവര് കൊടുത്തൊരു വിലയുണ്ട്. ഞാനത് ചിന്തിക്കുകയായിരുന്നു. ഞാനൊരു വിഷയത്തിലേക്ക് നമ്മൾ ഒരുപാട് സമയം കളയും. പക്ഷെ ഞാൻ ഇന്റർവ്യൂവിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിഞ്ഞു. ഇനി ഞാൻ അടുത്തൊരു തലത്തിലേക്ക് കയറുകയായിരുന്നു. സമൂഹം, ഞാൻ പറഞ്ഞല്ലോ, ഈ നല്ലതിനെ പൊക്കി കാണിക്കാതെ നല്ലതൊരായിരം മല പോലെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സംഭവത്തെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ നല്ലതിനെ മുഴുവൻ ഒരു കർട്ടൻ ഇട്ട് മൂടി അവസാനം പുറത്തു നിൽക്കുന്ന എന്താണ്? ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടല്ലോ. ഞാൻ കുറച്ചുകൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അലിഗേഷൻസ് ഒരുപാട് ക്രിറ്റിസൈസത്തിന് വിധേയനായിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ടെക്നോളജിയുടെ ഒരു കാലമാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ പാസ്റ്റർ എം എ വർഗീസിനെ പറ്റി ഒരുപാട് വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ പരക്കുകയും അത് എം എ വർഗീസിനെ നേരിട്ട് കണ്ടവർക്കോ അല്ലെങ്കിൽ ബദലേജി വന്നവർക്കോ ഒരു പക്ഷെ അത് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ അല്ലാത്തവർ ചിലരെങ്കിലും അങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അപ്പോൾ ശരിക്കും ഒരു സാമൂഹിക പ്രതിനിധിയുള്ള വ്യക്തി എന്ന നിലയിലും ഒരുപാട് പേരുടെ ഒരു മെൻഡർ എന്ന നിലയിലും അതിന്റെ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്.
എന്ന് ഞാൻ തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇരിക്കുന്നു. എൻ്റെ വൈഫ് ഇവിടെ ബാംഗ്ലൂർ പഠിച്ചാണ്. അപ്പം വൈഫ് ഇവിടെയാണ് ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പം എന്നോട് വൈഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു, അവൾ 2-3 years ഇവിടെ വോളണ്ടിയർ ഒക്കെ ചെയ്തതാണ്. ഭാഷക്ക് അറിയത്തില്ലാണ്, അറിയില്ല. അപ്പം അവളോട് പറഞ്ഞ കാര്യമുണ്ട്. പാസ്റ്റർ എം.എ. വർഗീസ് പ്രസംഗിച്ചിട്ട് ആ പ്രസംഗത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അവൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഒരു നാണവും മടിയില്ലാതെ പിറ്റേ ആഴ്ച വന്ന് പറയും എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റി, അത് എനിക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടായതാണ്, നിങ്ങളത് ദയവായി തിരുത്തണം എന്ന് പറയുന്നു. എപ്പോഴും തെറ്റ് തിരുത്തുന്ന ഒരു സ്വഭാവം. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിന് ഒരു ഇൻഫർമേഷൻ തെറ്റിച്ച് ഞാൻ പറഞ്ഞാൽ 7 പ്രാവശ്യം വരെ ഞാൻ ക്ഷമ ചോദിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്. പിറ്റേ ഞായറാഴ്ച വന്നു ഒരാളിനെ കുറിച്ച് പറഞ്ഞതാണ്. ആളിന്റെ പേരൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല, എങ്കിലും ആ ഇൻഫർമേഷൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം 7 പ്രാവശ്യം. ഞാൻ പല പ്രാവശ്യമായിട്ട് അത് ആവർത്തിക്കും. എന്നിട്ട് ക്ഷമ ചോദിക്കുന്ന പതിവ് എനിക്കുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ ചുമ്മാതെ ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെ കുറിക്കുന്ന ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. അത് ഇസ്രയേലി ശാസ്ത്രജ്ഞന്മാർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന റെക്കോർഡ്സ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. അപ്പൊ അതങ്ങനെ അല്ല എന്ന് പറഞ്ഞ് വേറൊരാൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ അടിയിൽ ഒരുത്തൻ ലേഖനം ഇട്ടിരിക്കുന്നത് കണ്ടു. അവിടെ ജനിച്ചതാണെങ്കിലും അവൻ്റെ അപ്പനും അമ്മയും ഇസ്രയേലിയനാണ്. അപ്പൊ അവൻ ഇസ്രയേലിയൻ തന്നെ ശാസ്ത്രജ്ഞൻ. ഞാൻ ഇവിടുന്ന് ലഭിച്ച അക്കൗണ്ട്സ് പറയാറ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓൾട്ടർനേറ്റീവ് കറണ്ട് കണ്ടുപിടിച്ചത് ആര്? ഏതോ ഒരു കമ്പനി, ഒഫീഷ്യൽ. പക്ഷെ സത്യമായിട്ടും കണ്ടുപിടിച്ചത് ടെസ്ല എന്ന് പറയുന്ന ആളാണ്. ഓൾട്ടർനേറ്റീവ് കറണ്ട് കണ്ടുപിടിച്ചതും അത് യൂസ് ചെയ്യാം, ഓൾട്ടർനേറ്റീവ് കറണ്ട് എല്ലാവർക്കും അറിയാം, അത് യൂസ് ചെയ്യാമെന്ന് ആദ്യമായി കണ്ടുപിടിച്ചത് ടെസ്ലയാണ്. പക്ഷേ മറ്റേയാൾ അതൊരു വലിയ ആളായിരുന്നു. നമ്മൾ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളുടെ ഒരു പേരിലാണ് ഇത് അറിയുന്നത്, റീസൺ. അദ്ദേഹം ടെസ്ലെ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ എംപ്ലോയ് ചെയ്തു. എനിക്ക് എൻ്റെ ഓർമ്മയിൽ 25,000 പൗണ്ട് ഒരു മാസം തന്നോളാം എന്ന് പറഞ്ഞാണ് ടെസ്ല അവിടെ എംപ്ലോയ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു മാസം കൊണ്ട് അവിടുത്തെ മറ്റ് എഞ്ചിനീയേഴ്സിനെ കൊണ്ട് AC മോട്ടോഴ്സ് ഉണ്ടാക്കിച്ചു, AC ജനറേറ്റേഴ്സ് ഉണ്ടാക്കി ചേച്ച് ഇയാൾക്ക് 5,000 പൗണ്ട് കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞ് 25,000. വാട്ട് ഫൂൾ യു ആർ, ദാറ്റ് വാസ് ഓൺലി ജോബ്, പൊയ്ക്കോളാൻ പറഞ്ഞു. ഞങ്ങളെ ഇറക്കി വിട്ടു. കണ്ടുപിടിച്ചത് സത്യത്തിൽ ടെസ്ലെ, പക്ഷെ ഇത് പബ്ലിഷ് ചെയ്ത ടെസ്ലയുടെ പേരിലല്ല. ഇതുപോലെയൊക്കെ ഒരുപാട് മാനിപ്പുലേഷൻസ്. ഈ എക്സ്പെരിമെന്റൽ ഫീൽഡിലോട്ടും റിസർച്ച് ഫീൽഡിലോട്ടും ഇറങ്ങിയാൽ കണ്ടുപിടിക്കുന്നവന്റെ പേരിൽ അല്ല ഇത് വരുന്നത്. പലയിടത്തും കറക്റ്റ് ചെയ്യാൻ പോകുന്നവന്റെ പേരിലും കഴിവുള്ളവന്റെ പേരിലും അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതുപോലുള്ള ഇൻഫർമേഷനാണ് നാട്ടുകാരന് കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ അകത്തിറങ്ങിയ ഡീറ്റെയിൽ എടുക്കുന്നവർക്ക് മാത്രം. ഞാനതിനൊരു മറുപടി പോലും പറയാൻ പോയില്ല. അല്ലെങ്കിൽ പണ്ടത്തരത്തിന് മറുപടി പറയാൻ ആരാ പോകുന്നത്? എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഓൾമോസ്റ്റ് കറക്റ്റാണ് എന്ന് ഞാൻ കരുതുന്നു. അഥവാ തെറ്റാണെങ്കിലും ശാസ്ത്രജ്ഞനെ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ ഒരുങ്ങുന്നത്. ശാസ്ത്രജ്ഞന് അവാർഡ് കൊടുക്കുകയല്ല, ഇസ്രയേലാണ് വലുത്. കാര്യം ദൈവം അനുഗ്രഹിച്ചതാണെന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ താല്പര്യം അതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞായിരുന്നു, മന്ന വരുന്നത് മഞ്ഞിനകത്ത് പൊതിഞ്ഞ് കിട്ടിയ ഒരുത്തം മന്ന തിന്നുകൊണ്ട് വരെ അവൻ്റെ വയറ് നിറയത്തില്ല, അവന് വെറും വൃത്തികേടാത്. മന്ന ഇതിനകത്തുണ്ട്. ഞാൻ കൊടുക്കുന്ന വാക്കുകൾക്കകത്ത് ഒരു ദൈവിക സന്ദേശമുണ്ട്. അതിന് മാത്രം പ്രസക്തിയുള്ളൂ, മറ്റതിനകത്തൊന്നും കാര്യമില്ല. എനിക്ക് ഏറ്റവും മനോഹരമായ ഒരു കവറിനകത്ത് ഒരു സാധനം കൊണ്ട് തന്നാൽ ഞാൻ ആ കവർ കളഞ്ഞേച്ച് ഉപയോഗിക്കത്തുള്ളൂ. ഈ കമ്പ്യൂട്ടർ എൻ്റെ വരുമ്പോൾ ഒരു കവറിനകത്താണ്, പക്ഷെ ഞാൻ കവർ കൊണ്ട് നടക്കാറില്ല. അതങ്ങ് കളഞ്ഞ് കമ്പ്യൂട്ടർ എടുക്കും. കവറിൽ കളർ ഉണ്ടായിരുന്നെന്നോ അതിൽ പട്ടികൾ പാടുണ്ടായിരുന്നു, ഇതൊന്നും എനിക്ക് കാര്യമേ അല്ല. കാര്യം എനിക്ക് വേണ്ടത് കമ്പ്യൂട്ടർ. കേടില്ലാതെ ഇവിടം വരെ ഇത് എത്തിച്ചു. അത് ആ കവറിൻ്റെ പണി തീർന്നു. അവിടെ എൻ്റെ വാക്കുകൾക്ക് ദൈവിക സന്ദേശം ഒരുത്തിന് കൊടുക്കുന്നതിൽ മാത്രമേ അർത്ഥമുള്ളൂ. അതിനപ്പുറത്തോട്ട് ഇതിനകത്തൊരർത്ഥമില്ല. ഞാനൊരു സാഹിത്യ പ്രസംഗം നടത്താറില്ല. അത് കാരണം ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ എനിക്ക് തെറ്റില്ല. വാചകങ്ങൾ പരുഷമാണെന്നോ പക്വത കുറഞ്ഞതാണെന്നോ പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല. കാര്യം ഞാൻ സാഹിത്യ പ്രസംഗം അല്ല നടത്തുന്നത്, ഞാൻ ക്രിസ്ത്യൻ പ്രസംഗമാണ്. എൻ്റെ ഡോക്ടറിനകത്ത് തെറ്റുണ്ടെന്ന് വന്നാൽ തെറ്റാണ്. കാര്യം ഞാനും എന്നെ കേൾക്കുന്നവർ നരകത്തിൽ. അത് വരാതിരിക്കാൻ ദൈവസന്നിധിയിൽ ചെക്ക് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും, പല പ്രാവശ്യം ചെക്ക് ചെയ്യും, എന്നിട്ട് മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ആ തെറ്റ് തിരുത്തുന്ന മനോഭാവമുള്ള എം.എ. വർഗീസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഡോണ്ട് ടേക്ക് മീ റോങ്, ഓക്കെ പ്ലീസ്. അങ്ങ് ഒരു ഓൺലൈനിൽ കണ്ട ഒരു വീഡിയോയാണ്. അങ്ങ് സംസാരിക്കുന്നു കറൻസിയെ പറ്റിയാണ്. ഒരു വാക്ക് പന്നം പിടിച്ച
നോട്ട് എന്ന ഒരു ടെർമിനോളജി അങ്ങ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ Yeah. ഇത് ഒരല്പം കൂടെ ഗൗരവമായി തൊട്ടെങ്കിൽ മാത്രമേ പ്ലീസ്. കിഴിഞ്ഞതും കീറിയതും ഒരു കടയിൽ പോലും അക്സെപ്റ്റ് ചെയ്യാത്തതുമായ നോട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ പന്നം പിടിച്ചതെന്നല്ലാതെ എന്തോ ഭാഷ അതിനകത്ത് ഒരു പര്യായപദം ഉണ്ട് പറഞ്ഞാൽ അതിനകത്ത് വേറെ പന്നല്. പിന്നെ ഞാൻ എന്നതാ പറയുന്നത്, ഞാൻ അത് തന്നെ പറഞ്ഞു. ഇതിന് വേറെന്തെങ്കിലും ഇതിന് വേറെന്തെങ്കിലും പദമുണ്ട്? ഇത് കൊണ്ടിട്ടു. ആ മഹാനെ ഞാൻ എന്നതാ വിളിക്കണ്ടേ? ദ ഗ്രേറ്റ് മാൻ എന്ന് പറയുന്നു. ഓക്കെ, ഗ്രേറ്റ് മാൻ, തീർന്നല്ലോ. പക്ഷെ കൊണ്ടിട്ടത് ഇതാ. ഞാൻ ഇവിടെ ചരിത്രത്തിലോട്ട് കയറുക. ഇവിടെ ഒരു ദിവസം ഒരു പ്രവാചകൻ നിന്നുകൊണ്ട് ഒരു ദൂത് പറഞ്ഞു. ഈജിപ്ഷ്യൻ മന്ത്രവാദികൾ സഭയുടെ വളർച്ചയ്ക്കെതിരെയുണ്ട്, സഭയുടെ സാമ്പത്തികത്തിനെതിരെയുണ്ട്. ഈജിപ്ഷ്യൻ മന്ത്രവാദികൾ, അത് ബാംഗ്ലൂരിൽ തന്നെ ഉള്ളവര് ഈജിപ്ഷ്യൻ മന്ത്രവാദിയെ കൊണ്ട് മന്ത്രവാദം ചെയ്യിക്കുന്നതാണ്. പറഞ്ഞ ആളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാനത് അതുപോലെ വിശ്വസിക്കുന്നു. പക്ഷെ എല്ലാവരും വിശ്വസിക്കണമെന്നൊന്നുമില്ല, ആരെയും വിശ്വസിപ്പിക്കാൻ എനിക്ക് ഒക്കത്തുമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. നമ്മുടെ സ്റ്റേജിൽ ഒന്ന് പരസ്യമായി പറഞ്ഞത്, ഈജിപ്ഷ്യൻ മന്ത്രവാദികളെ കൊണ്ട് മന്ത്രവാദം ചെയ്യിച്ച് ഇവിടുത്തെ ഫൈനാൻസിനെതിരെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾ ഈജിപ്ഷ്യൻ മന്ത്രവാദി എവിടെ നിന്ന് വരാനാന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഓഫറിംഗ് ബോക്സിനകത്ത്, ഡയറക്റ്റ് ഓഫറിങ്ങിലല്ല, ഓഫറിങ് ഞങ്ങളൊരു സജ്ജിയിൽ ഞായറാഴ്ച തോറും കളക്ട് ചെയ്യും. ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, ഓഫറിംഗ് ബോക്സ്. ആ ഓഫറിംഗ് ബോക്സിനകത്ത് തേണ്ട ഒരു 10 രൂപ നോട്ട് കിടക്കുന്നു. അത് പച്ച മഷി കൊണ്ട് കുറേ വരയുണ്ട്. ഇതെന്തോ ഒന്നൊരു പിടിയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഇതെടുത്തു. ഞങ്ങൾ എൻ്റെ മൂത്ത മോനെ കാണിച്ചു, ഇവിടെ കമ്മിറ്റിയിലുള്ള 2-3 പേരെ കാണിച്ചു. എടുത്തത് തന്നെ അക്കൗണ്ട് സെക്ഷനിൽ നിന്നാണ് കിട്ടിയത്. അവിടെ എടുത്തുകൊണ്ട് പോയി അവർ എണ്ണം എടുത്തപ്പോഴാണ് ഇതൊരു പച്ച മഷി കൊണ്ട് കുറേ വര കണ്ടിട്ട് എന്തോ ഭാഷ എഴുതിയിരിക്കുന്ന പോലെ തോന്നുന്നത്. അങ്ങനെ ഇത് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് കൊണ്ട് ആരെ കൊണ്ട് കണ്ടുപിടിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ ഇളയ മോനെ വിളിച്ചു. എടാ, ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഡാഡി, എൻ്റെ ഒരു വാട്സപ്പ് പിക്ചർ ഇങ്ങോട്ട് അയക്കാമെന്ന് ചോദിച്ചു. വാട്സപ്പ് പിക്ചർ എടുത്തു, അയച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, ഇവിടെ ഒരു മുസ്ലിം കൺവേർട്ട് ഒരു സഹോദരനുണ്ട്, അദ്ദേഹം ഇപ്പം നല്ലൊരു വിശ്വാസിയാണ്, അവനെ കാണിച്ചു നോക്കാം, വല്ല അറബി ലാംഗ്വേജ് ആണോന്ന്. കണ്ടിട്ട് അറബിയോടൊരു സാമ്യമാണ്. അവനെ കാണിച്ചു. അവൻ പറഞ്ഞു, ഇത് ഈജിപ്ഷ്യൻ ലാംഗ്വേജ്. അവൻ്റെ അമ്മച്ചൻ മന്ത്രവാദിയാണ്, അയാളെ കാണിച്ചു നോക്കാം, പുള്ളിക്ക് വായിക്കാൻ ഒക്കെ നോക്കട്ടെ, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും വായിപ്പിക്കാം. കൊടുത്തു വായിപ്പിച്ചു. അതിലെഴുതിയിരിക്കുന്നത്, ഇവിടുത്തെ സാമ്പത്തികം ഇല്ലാതെ പോകട്ടെ, ഇവിടുത്തെ സാമ്പത്തികം തകരട്ടെ, ഇവിടെയുള്ളത് അന്യാധീനമായി പോകട്ടെ, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ. ദൈവത്തെ പരിഹസിക്കുകയും സാത്താനെ ആരാധിക്കുകയും ചെയ്യുന്നവർ ദൈവസഭയെ നശിപ്പിക്കും. ഈ മുഷിഞ്ഞ നോട്ട്, കീറിയ നോട്ട് സഭയ്ക്കകത്തിടുന്നത് ദൈവത്തോട് ഭക്തിയുള്ളവനാണെന്ന് പാസ്റ്റർക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇല്ല, പിന്നെ അവനെ എന്നതാ വിളിക്കണ്ടേ? ഞാൻ ഇതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. കേൾക്കുന്ന നാട്ടുകാരൻ നാട്ടുകാരൻ എന്നെ കുറിച്ച് അഞ്ഞനെ വന്നത് ഞാൻ അറിയുന്നു, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. അവനിതിനെക്കുറിച്ച് എന്തറിയുന്നു? ആത്മലോകത്തിൽ കയറണമെങ്കിൽ അതിനകത്ത് കയറിയവനെ അറിയത്തുള്ളൂ, അതിനകത്തെ കണ്ണു തുറക്കത്തു. ഈ സംഭവം എനിക്കൊന്ന് പലരുടെയും വാട്സപ്പിനകത്ത് ആ ദിവസങ്ങളിലുണ്ടായിരുന്നു. എവിടം വരെയാണ് ഇത് പോകുന്നത്? നമ്മുടെ ചർച്ചിനകത്ത് പ്രാർത്ഥിച്ച് നമ്മൾ എടുക്കുന്ന സ്തോത്ര കാഴ്ച യോഗ്യമായി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ മന്ത്രവാദിയുടേതും കാണും അതിനകത്ത്. ഇതൊരു 3 പേര് കൂടുന്ന ഒരു കൊച്ചു ചർച്ച അല്ല. ചർച്ചിനെ നശിപ്പിക്കണമെന്ന് താല്പര്യമുള്ള ഒരുത്തൻ അപവാദം എഴുതി വെക്കും, നശിപ്പിക്കണമെന്ന് താല്പര്യമുള്ള വേറൊരുത്തൻ കള്ളക്കേസ് കൊണ്ട് കൊടുക്കും, നശിപ്പിക്കണമെന്ന് താല്പര്യമുള്ള 3-മതൊരുത്തൻ കല്ലെടുത്ത് എറിയും. കൂലിത്തല്ലുകാരെന്ന് കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ ഒരുത്തനെ വിളിച്ച് 100 രൂപയുടെ ചാരായവും വാങ്ങിച്ചു കൊടുത്തേച്ച് പോയി കണ്ട അയാളെ ചീത്ത വിളിച്ചു പറയുമ്പോൾ അവൻ വീട്ടിൻ്റെ പഠിക്കുമെന്ന് ചീത്ത വിളിക്കും. ഇന്ന് കൂലിത്തല്ലുകാരൻ അങ്ങനല്ല, പരദൂഷകൻ അങ്ങനല്ല. ഇന്ന് അവൻ മീഡിയയിൽ കയറി എഴുതും. അവനെ പരദൂഷകൻ എന്നല്ലാതെ ഞാൻ എന്ത് വിളിക്കണം? വേറെ പേരുണ്ടെങ്കിൽ പറ, വേറെ പേരുണ്ടെങ്കിൽ പറ. ഞാൻ പറഞ്ഞില്ല, യാതൊരു ബന്ധവും ഇല്ലാത്തവർ, 5 പൈസ സ്തോത്രാഴ്ച ഇടാത്തവർ, ചർച്ചിനോട് ഒരു ബന്ധവും ഇല്ലാത്ത വഴിപോക്കർ വെറുതെ പറയുമ്പോൾ പരദൂഷണം അല്ലാതെ എന്തോ ആയത്? ഇതുമായിട്ട് ബന്ധമുള്ളവനാണെങ്കിൽ എനിക്ക് മനസ്സിലായി. ഈ ചർച്ചിനകത്ത് ആർക്കെങ്കിലും ഒരൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഐ എം ഓപ്പൺ. ഞാൻ ഇവിടെ ഒരു സജഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ മെയിൻ എൻട്രൻസിലൊരു സജഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇഫ് എനിബഡി ഹാവ് എ ഫീലിംഗ് പ്ലീസ് ഫുഡ് സജഷൻ ഡേ, നിനക്ക് എന്തോ പറയാനുള്ളത്. എനിക്ക് ഊമക്കത്തുകൾ വരാറുണ്ട്. ഒരു ഇമെയിൽ കഴിഞ്ഞ ദിവസം വന്നത്, സുൽമോന് എൻ്റെ മൂത്ത മോനെ എടുത്ത് ലീഡേഴ്സ് മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്ത്, അവനെ ഞാനല്ല അനൗൺസ് ചെയ്ത്, ചർച്ചിൻ്റെ സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചിട്ട് ഞാൻ അനൗൺസ് ചെയ്യും. കാര്യം അതിനകത്ത്
പോസിറ്റീവ് കറക്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് വരുന്നവരാ അത് പോസിറ്റീവ്. നെഗറ്റീവായിട്ട് വരുന്നവർ ദേ ആർ ഓൺലി ടു ടാർണിഷ്. അതി കൂലിത്തല്ലുകാരന് കൂലിത്തല്ലിന് വരുന്നവനെ നമ്മൾ ആരെ എൻ്റർടൈൻ ചെയ്യുന്നു? നമുക്ക് പോസിറ്റീവായി വരുന്ന സകല കറക്ഷൻസും എടുക്കും, ഓരെണ്ണം പോലും എടുക്കാതെ പോകത്തില്ല. പാസ്റ്റർ പല കാര്യങ്ങളുണ്ട്. വേണ്ട 42 വർഷമായി ഞാനിവിടെ വന്നിട്ട്. തീർച്ചയായിട്ടും 42 years of experience ഇറ്റ് ഈസ് ഗ്രോയിങ്. അങ്ങനെ അധികം പാസ്റ്റേഴ്സ് ഇരിക്കാറില്ല. തീർച്ചയായിട്ടും ദൈവം എന്നെ വളർത്തുന്നു, ഇന്നും വളർത്തുന്നു, അടുത്ത തലമുറയും വളരും. എൻ്റെ മോൻ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ചർച്ചിന്റെ. ഇന്ന് ഞാൻ പ്രസിഡന്റ് അല്ല കേട്ടോ, ഞാനിന്ന് റിസൈൻ ചെയ്തു. എന്റെ ഓർമ്മ കുറയുന്നു. ഞാൻ ഇന്ന് വചനം പ്രസംഗിക്കും, ചർച്ചിനകത്തെ സീനിയർ മിനിസ്റ്ററാണ്, പക്ഷെ ഞാനിന്ന് പ്രസിഡന്റും അല്ല, ഒന്നുമല്ല, ഒരു സ്ഥാനത്തും ഇല്ല ചർച്ചിന്റെ. ദ റീസൺ എൻ്റെ ഓർമ്മ കുറയുന്നു. എൻ്റെ ബലഹീനത ചർച്ചിനെ ബാധിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ മാറി അടുത്ത ആളെ ഏൽപ്പിച്ചു. അതൊരു വലിയ മാതൃകയാണ് കേട്ടോ. എല്ലാവരുടെയും പ്രശ്നം ഇതങ്ങോട്ട് വിടാനാ, ഈ ഒരു അധികാരം എനിക്ക് ദൈവത്തിന്റെ കരുണയാൽ പെൻഷൻ ഉണ്ട് ഫസ്റ്റ്. ഞാനും എൻ്റെ വൈഫും മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഗവൺമെന്റ് പെൻഷൻ തരുന്നുണ്ട്. കർത്താവ് കൃപ തന്നാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതുണ്ട്. ഇതിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. അതെനിക്ക് ആരോഗ്യമുള്ള കാലത്ത് ഞാൻ അധ്വാനിച്ചതുകൊണ്ട് ദൈവത്തിന്റെ കരുണയാൽ അതുകൊണ്ട് പെൻഷൻ ഉള്ളത് ഞങ്ങൾക്കുണ്ട്. ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ പ്രസിഡന്റ് അല്ല, എന്നാൽ ഒരു സമയത്ത് ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എൻ്റെ മോൻ വൈസ് പ്രസിഡന്റായി. ഞാനത് അല്ലെന്ന് ആരും വേണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ ജനം നിർബന്ധിച്ചു. നോ പാസ്റ്റർ, ദർ ഇസ് നോബഡി എൽസ് ഫോർ ലീഡർഷിപ്പ്. പാസ്റ്ററുടെ ആബ്സെൻസിൽ കാര്യം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വി വാണ്ട് ഹിം എന്ന് പറഞ്ഞിട്ട് വിത്തൗട്ട് വൺ പേഴ്സൺസ് ഓഫ് നിങ്ങൾക്കൊരു ബോർഡുണ്ട്, ജനറൽ ബോഡി. ഈ ദിവസങ്ങളിൽ ജനറൽ ബോഡിക്ക് കാര്യമായിട്ട് ആളുകൾ വരത്തില്ല. ആളുകൾ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. അവർക്ക് സ്പിരിച്വാലിറ്റിയാണ് ഇഷ്ടം. നമ്മുടെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന് വരുന്ന ആള് ജനറൽ ബോഡിക്ക് ഇന്ന് വരത്തില്ല. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. കാര്യം ഇവിടെ തിങ്സ് ആർ ഗോയിങ് ഓൺ വെൽ. അന്ന് അങ്ങനല്ല. സഭയുടെ ആരംഭകാലമാണ്. ജനറൽ ബോഡിക്ക് A to C എല്ലാവരും വരും. ആ ജനറൽ ബോഡിയിലാണ് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറഞ്ഞ പാസ്റ്ററുടെ ആബ്സെൻസിൽ വേണം. കാരണം 1990 എന്നെ അറസ്റ്റ് ചെയ്തു. അക്കൗണ്ട്സ് മുഴുവൻ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി അറസ്റ്റില്ല, എനിക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നെ പിടിച്ചോണ്ട് ജയിലിലിട്ടില്ല. അവരുടെ ഒരു റൂമിനകത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ട് 7 മണിക്കൂർ ഇരുത്തി. ആ നേരത്താണ് ഇവിടെ CBI അക്കൗണ്ട്സ് ചോദിക്കുന്നത്. ഒറ്റ മനുഷ്യനെ അറിയത്തുള്ളൂ, എൻ്റെ മോന്, വേറെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കേടില്ലാതെ പുറത്തു വന്നത്. അവൻ അക്കൗണ്ട്സ് എടുത്ത് കൊടുത്ത് ധൈര്യം എവ്രി സിംഗിൾ തിങ് ഹി ന്യൂ. അത് കഴിഞ്ഞത്തെ ജനറൽ ബോഡിയിലാണ് പറഞ്ഞത് അവൻ തന്നെ വൈസ് പ്രസിഡന്റായേ പറ്റൂ. അവന് അന്ന് 18 കഴിഞ്ഞു. അവൻ തന്നെ വൈസ് പ്രസിഡന്റായേ പറ്റൂ. അതുകൊണ്ട് അവനെ കയറ്റാൻ പറഞ്ഞു. അങ്ങനെയാണ് അവൻ വൈസ് പ്രസിഡന്റ് ആകുന്നത്. ഇന്ന് ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറിയപ്പോൾ നാച്ചുറലി അവൻ പ്രസിഡന്റായി. അവനാ ഇന്നത്തെ പ്രസിഡന്റ്, ഞാനല്ല. എന്നാ പ്രസിഡന്റ്? ഇതെല്ലാം ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ നോട്ടം ഇപ്പോഴും കുറച്ചുകൂടെ മേളിലോട്ട്. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ക്യാമറ ഇവിടെ കൊണ്ടുവരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാത്തിനോടും പിശാചിന് ഭയങ്കര ഫൈറ്റാണ്. ഞങ്ങൾക്കൊരു കാറുണ്ട്. അന്ന് ഒരു അംബാസഡർ കാറാണ്, ഒരു വെളുത്ത അംബാസഡർ കാർ. സൈക്കിളിൽ നിന്നൊക്കെ മാറി പിന്നെ സ്കൂട്ടറിലായിരുന്നു. സൈക്കിളിൽ നിന്ന് മാറി സ്കൂട്ടറിലായി, സ്കൂട്ടറിൽ നിന്ന് മാറി കാറിലായി. പക്ഷെ അന്നും സ്കൂട്ടറും ഉണ്ട്, കാറും ഉണ്ട്. ചെയ്തു. ഞാൻ കൺവെൻഷനൊക്കെ കേരളത്തിലെ വണ്ടി എടുത്തിട്ട് 4-5 ആളുമായിട്ട് വരുമാനം ചെയ്യുമായിരുന്നു. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അന്ന് കാറും എടുത്തുകൊണ്ട് എൻ്റെ 2 മക്കളും കൂടെ ചേർന്ന് എവിടെയാ മലയാലപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, പത്തനംതിട്ട അടുക്കൽ മലയാളപ്പുഴ. അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രദർ അച്ചൻകുഞ്ഞുണ്ട്. അച്ചൻകുഞ്ഞാണ് എന്നെ വിളിച്ചത്. പുള്ളി അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ നല്ല വീഡിയോ ക്യാമറ ഉണ്ട്, അത് ഉപയോഗമില്ല, അത് ഇവിടെ ഇരിക്കുക, പാസ്വേഡ് എടുത്തുകൊണ്ട് പോക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്യാമറ എടുക്കാൻ വേണ്ടി പിള്ളേർ പോയതാണ്. നമ്മുടെ ചർച്ചയിൽ നിന്ന് തന്നെ ഒരു ഉപദേശിയും കൂടെ പോയിട്ടുണ്ട്. എന്നിട്ട് വരുന്ന വഴിയിൽ ഡെക്കോയിറ്റ്സ് അവരെ അറ്റാക്ക് ചെയ്തു. അടിച്ചതിൻ്റെ ഫ്രണ്ട് ഷീൽഡ് ഉടച്ചു. കാർ നിർത്താൻ പറഞ്ഞുകൊണ്ട് അടിച്ച് ഫ്രണ്ട് ഷീൽഡ് ഉടച്ചു. ദൈവം ഒരു ഇവർ നിർത്തിയില്ല. ഡെക്കോയിറ്റ്സ് ആയിരുന്നു. വിൻഷീൽഡ് ഇല്ലാതെ 20 കിലോമീറ്റർ ഓടിച്ച് കോയമ്പത്തൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവിടെ കയറ്റുക. 1ാമത്തെ ക്യാമറ ഇവിടെ കൊണ്ടുവരിക. എതിരെന്ന് പറഞ്ഞാൽ തമാശ ഒന്നുമല്ല. ഈ ഒരു യൂട്യൂബുകാരനെയൊക്കെ തന്നെയൊന്നുമല്ല വ്യാജ് ഉപയോഗിക്കുന്നത്. A to C സകലരെയും ഉപയോഗിക്കും. ഇതെല്ലാം കൂടെ ഉപയോഗിച്ചാലും ഇതിൻ്റെക്കാൾ മേളിൽ ദൈവമുണ്ട്. പക്ഷെ നമ്മൾ എവിടം വരെ പിടിച്ചു നിൽക്കുമെന്ന് കാണാൻ ദൈവം നിൽക്കും.
ഞങ്ങൾ ഇന്ന് അതൊരു പരീക്ഷണമായിരിക്കും അല്ലേ? പരീക്ഷണം. ഇതിനകത്ത് ജയിച്ചെങ്കിലേ അടുത്ത പടി കയറത്തു. ഈ കഴിഞ്ഞ ദിവസം ദൈവാത്മാവിനോട് ഇടപെട്ടു. ഇതിനേക്ക് അടുത്തൊരു വളർച്ചയുണ്ട്, പക്ഷെ ഒരു മരണ യോർദാൻ മുന്നിലുണ്ട്, ഇത് കടന്നേ പറ്റുള്ളൂ. അതിനകത്ത് യൂട്യൂബുകാരൻ്റെ പങ്ക് അവൻ ചെയ്യും, അതിനകത്ത് തംസ പഠിക്കുന്നവൻ്റെ അവൻ ചെയ്യും, ഒരു കമന്റ് പറയുന്നവൻ്റെ അവൻ ചെയ്യും, ചെയ്യേണ്ടവനെല്ലാം ചെയ്യും. ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഞങ്ങൾ അതിനെ അതിജീവിക്കും. തീർച്ചയായിട്ടും. അവരൊക്കെ അവിടെ വന്ന് കാണട്ടെ അല്ലേ, വന്ന് കാണുക എന്നുള്ളത് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ. ഞാനും അത് ആഗ്രഹിക്കുകയാണ്. കാരണം കം ആൻഡ് സീ, ഒന്ന് മനസ്സിലാക്കുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ ദൂരെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിയുവാൻ കഴിയുന്നത്. ഈ ആരോപണങ്ങളിൽ അങ്ങയുടെ മനസ്സിൽ വരുന്ന ഡോക്ടറിൻസ് എന്താണ്? ഈ ആരോപണങ്ങൾ സംഭവിക്കുമ്പോൾ അങ്ങേ ഒരു ദുരുപദേശകനായി കാണുമ്പോൾ സമൂഹം ആരോപണങ്ങൾ കാണുമ്പോൾ പാസ്റ്ററെ, ദൈവവചനം പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഞാൻ ഇടയനെ വിട്ടു, കൂട്ടത്തിലെ ആടുകൾ ചിതറും. അപ്പൊ കൂട്ടത്തിലെ ആടുകളെ ചെതറിക്കാൻ വേണ്ടി ഇടയനെ വെട്ടുന്ന ഒരു പരിപാടി പിശാചിനുണ്ട്. ദൈവം അത് അംഗീകരിക്കും. യേശുവിന്റെ കേസിൽ അംഗീകരിച്ചു, യേശുവിന്റെ കേസിൽ അംഗീകരിച്ചു. അപ്പൊ ഇടയനെ വെട്ടാൻ വേണ്ടി പലതും കാണിക്കുന്ന കൂട്ടത്തിൽ കാണിക്കുന്നതാണ് ഇത്. അതിനേക്കാൾ കൂടുതലൊന്നും ഇതിനകത്തില്ല. യേശു ക്രിസ്തുവിന് ഈ അനുഭവങ്ങൾ, യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തും വീണ്ടും അലിഗേഷൻസ് ആയിരുന്നു. ഒടുവിൽ ക്രൂശിച്ചു. അപ്പൊ ഇടയനെ വെട്ടുന്നത് ഇന്നുണ്ട്, പൗലോസിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് അവന്റെ സഭയം ശരീരത്തിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ക്രിസ്തുവിന് പകരം കഷ്ടം സഹിക്കാൻ പൗലോസ് നോക്കൂ, ഒക്കത്തില്ല, അദ്ദേഹത്തെ കൊണ്ടാകുന്നിടത്തോളം. ഇതുപോലെ തന്നെ സഭയം ശരീരത്തിന് വേണ്ടി എന്നെ കൊണ്ട് ഒക്കുന്നത് ഞാനും വഹിക്കുന്നു, ഞാനും സഹിക്കുന്നു. എല്ലാവരും അങ്ങനെയാണ്. യേശുവിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായിരുന്നു. യേശു ഒരിക്കലും തൻ്റെ പ്രധാനപ്പെട്ട അലിഗേഷൻസിൻ്റെ മുമ്പിൽ ഒരിക്കലും റോമക്കാരോട് മറുപടി പറഞ്ഞില്ല. റോമക്കാരെ കണ്ടേച്ചു പറഞ്ഞു, ഇവൻ അറിയാത്തതുകൊണ്ട് ചെയ്തതുകൊണ്ട് ഇവനോട് ക്ഷമിക്കണം. പക്ഷേ ആ പ്രാർത്ഥന യഹൂദന് ബാധകമല്ല. യഹൂദൻ്റെ മഹാപുരോഹിതനോട് ഒരിക്കലും യേശു അത് പറഞ്ഞില്ല. യഹൂദൻ്റെ മഹാപുരോഹിതനോട് പറഞ്ഞു, നിന്നെയും നിൻ്റെ മക്കളെയും ചൊല്ലി കരഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട് എത്ര അധികം, നിന്നെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും. യഹൂദനെ ശപിച്ചതേ ഉള്ളൂ. യേശു ഒരിക്കലും യഹൂദന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. പീലാത്തോസിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. പീലാത്തോസിനോട് പറഞ്ഞത്, എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചവന് അധികം ശിക്ഷയുണ്ട്, നിനക്കും ശിക്ഷയുണ്ട്. പക്ഷേ പാവപ്പെട്ട പടയാളികൾ ഇതൊന്നും അറിയാത്തവരാണ്. അവരെക്കുറിച്ചാണ് പറഞ്ഞത്, ഇവരറിയാതെ ചെയ്തത്, ഇവരോട് ക്ഷമിക്കണം. യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിനെ കുറിച്ച് യേശു പൊതുവെ ശത്രുവിനോട് സംസാരിച്ചിട്ടില്ല, എന്നാൽ സ്വന്തക്കാരോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞാനും അങ്ങനെ ഒരുപാട് ശത്രുക്കൾ എഴുന്നേക്കുന്നുണ്ട്, മറുപടി പോലും പറയാൻ പോകുന്നില്ല. പലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ വ്യൂവേഴ്സ് ഉണ്ട്, നിശ്ചയമായും ഉറക്കെ പറയണം. മാത്രമല്ല ചർച്ചിൽ ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് കാശും വേണമെങ്കിൽ യൂട്യൂബിൽ കിട്ടും. ഞങ്ങൾക്ക് ഒരു പൈസ പോലും യൂട്യൂബിലില്ല. നമ്മുടെ മീഡിയക്കാരെ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. നമ്മുടെ ചർച്ചിനോട് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കരുത്, ചർച്ചിന്റെ ചാനലിൽ ഒന്നും വേണ്ട. നമുക്ക് അതല്ല നമ്മുടെ ലക്ഷ്യം. കാശ് ആവശ്യത്തിന് ദൈവം തരും, അതിനകത്ത് അയോഗ്യന്റെ ഒരു പൈസ വരരുത്. പക്ഷേ എൻ്റെ അടുക്കൽ ഒരാൾ പൈസ തന്നാൽ, ഇത് വേറൊരു ആശയത്തിലോട്ട് ഞാൻ കയറുക, അദ്ദേഹത്തിന്റെ വിശ്വാസം എൻ്റെ വിശ്വാസവുമായി നിരക്കുന്നതല്ലെങ്കിൽ ഞാൻ ആ പൈസ അക്സെപ്റ്റ് ചെയ്തില്ല. ഇല്ല. ക്യാൻസൽ ചെയ്ത ചെക്കുകൾ 2.5 ലക്ഷത്തിൽ കൂടുതലുള്ളത് എൻ്റെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ ശുശ്രൂഷകന്മാരെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ്. വിശ്വാസത്തിൽ എൻ്റെ സമാന വിശ്വാസം അല്ലെങ്കിൽ അവൻ്റെ ചെക്ക് എനിക്ക് വേണ്ട. പിന്നെ യൂട്യൂബിൽ പോയ നോട്ട് എനിക്ക് തന്നെ എടുക്കാൻ ഭയങ്കര നിർബന്ധമാണ്. എനിക്ക് വേണ്ട. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രധാനമായും പറഞ്ഞിരുന്നത് ഞാൻ കേട്ടത് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ശബത്ത് നാളിൽ യേശു ഒരുത്തനെ സൗഖ്യമാക്കി. ആ സൗഖ്യമാക്കിയതാണ് പാപമായി കണ്ടത്. നീ ഒരുത്തനെ സൗഖ്യമാക്കി കാണീര്, വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ കാണീര് ഇല്ല. എന്നാൽ പിന്നെ ചെയ്യുന്നവൻ ചെയ്തു പോട്ടെ, സമ്മതിക്കത്തില്ല. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 10 മുതൽ 17 വരെ ഒരു സ്ത്രീയെ സൗഖ്യമാക്കി, അതും ശബത്തിലായി പോയി, അവൻ ഇഷ്ടപ്പെട്ടില്ല. അതിനെക്കുറിച്ച് അവൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞാൻ പറയുന്ന ട്യൂണിന് നീ ഡാൻസ് ചെയ്തോളൂ. യേശു ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം മശിഹയാണെന്ന് പറഞ്ഞതിനകത്ത് ആളുകൾ എതിരുണ്ടാക്കി. threatening to destroy the Jewish temple, യഹൂദന്റെ ദേവാലയം പൊളിച്ചു കളയുമെന്ന് പറഞ്ഞത് യേശു ഇത് പറഞ്ഞിട്ടില്ല.
തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞ ഈ മന്ദിരം പൊളിക്കാൻ ഞാൻ 3 നാളിനകം പണി വന്നു. അവൻ പറഞ്ഞു ഞങ്ങളുടെ ദേവാലയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എടാ ആണെങ്കിൽ എന്നെ പൊളിച്ചുമില്ല എടുത്തുമില്ല. അതൊരു അലിഗേഷൻ ആണോ? ഒരു കംപ്ലൈൻ്റ് ആയി കൊണ്ടുവരാനുണ്ടോ? പിന്നെ യേശുവിനെ അവിശ്വസിച്ചു. യേശുവിന് ഭയങ്കര പ്രശ്നം പറ്റിയത് അവിടെയാണ്. മത്തായിയുടെ സുവിശേഷം 13:53 മുതൽ 58 വരെ യേശുവിനെ ഓണർ ചെയ്യാഞ്ഞ കാരണം, യേശുവിനെ ഓണർ ചെയ്യാഞ്ഞ് യേശു അത് പ്രതീക്ഷിച്ചു. തൻ്റെ സ്വന്തം നാട്ടിൽ അത്ഭുതം കണ്ടവരിൽ നിന്ന് ഓണർ പ്രതീക്ഷിച്ചു. അവർ ഓണർ ചെയ്യാതെ വന്നതുകൊണ്ട് അവിടെ അധികം അത്ഭുതം ചെയ്തില്ല. ആ നാട്ടുകാരനായ ഒരു കുരുടനെ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നു. അവിശ്വാസത്തെ കർത്താവ് കണക്കാക്കുന്ന ഇങ്ങനെയാണ്. യേശു അവനെ സൗഖ്യമാക്കിയില്ല. കളഞ്ഞു വെച്ച് പോകാൻ തുടങ്ങിയപ്പോഴാണ് ശിഷ്യന്മാരെല്ലാം കൂടെ പറഞ്ഞ അല്ല കർത്താവേ, ഇവനെ സൗഖ്യമാക്കിയേ പറ്റൂ. യേശു അവനെ പിടിച്ച് ഗ്രാമത്തിൻ്റെ വെളിയിൽ കൊണ്ടുപോയി. ഇവര് എൻ്റെ അത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കാത്തവര് ഇവിടെ വെച്ച് വേറെ അത്ഭുതം വേണ്ട. അവനെ വിളിച്ച് ഗ്രാമത്തിൻ്റെ വെളിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി വെച്ച് പറഞ്ഞു ഗ്രാമത്തിൽ കയറിയ കല്ല്. അവൻ വിശ്വസിക്കണ്ട, അവനെ തള്ളിയ കേസ. അവൻ അവിശ്വസിച്ച യേശുവിനെ അവർ അവിശ്വസിച്ചു. മർക്കോസ് 3:21 അവർ യേശുവിനെ ഭ്രാന്തനെന്ന് വിളിച്ചു. ഈസ് ക്രൈസി. മർക്കോസ് 3:21. ലൂക്കോസ് 11:15 അവനെ ബ്ലാക്ക് മജീഷ്യൻ എന്ന് വിളിച്ചു. ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഇത് ലൂക്കോസ് 11:15 മത്തായി 12:24 27 മർക്കോസ് 3:22 ഇവിടെ എല്ലാം യേശുവിനെ അവർ പരിഹസിച്ചു. അവർ യേശുവിനെ കുറിച്ച് അപവാദം കണ്ടുപിടിച്ചു. വചനം ജഡമായി ഉരുത്തിരിഞ്ഞ യേശു വചനശാസ്ത്രിയുടെ മുൻപിലോട്ട് ചെന്നിട്ട് വചനശാസ്ത്രിക്ക് പിടികിട്ടിയില്ല ഇത് എന്നായി നിൽക്കുന്ന പുള്ളിന്ന്. ഇവന്മാരുടെ അനന്തരവന്മാർ നമ്മളെ എന്നെ പഠിപ്പിക്കാനാണ്. ഇത്രേ ഉള്ളൂ. ദൈവിക വെളിപ്പാടിൽ നിന്നല്ലാതെ ദൈവത്തെക്കുറിച്ച് അറിയാൻ ഒക്കത്തില്ല. മറ്റേത് അക്ഷരത്തിൻ്റെ പഴക്കമാണ്. അതിനകത്ത് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഇനി പൗലോസിനെതിരെ അക്യൂസേഷൻ ഉണ്ടായിരുന്നു. കൊരിന്ത്യ സഭ പഠിച്ചു വരുമ്പോൾ പൗലോസാണ് കൊരിന്ത്യ സഭ സ്ഥാപിച്ചത്. പക്ഷെ കൊരിന്തിൽ ഒരുപാട് ജഡികന്മാർ താമസിച്ചിരുന്ന സ്ഥലം. അന്ന് സാമ്പത്തികമായി ഉയർന്ന ഒരു മണ്ഡലമായിരുന്നതുകൊണ്ട് അവിടെ ഒത്തിരി ജഡീകന്മാരുണ്ടായിരുന്നു. അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവൻ വരെ ഉണ്ടായിരുന്നു. ബഹുഭാര്യത്വം അവരുടെ പതിവായിരുന്നു. മദ്യപാനം അവരുടെ ശീലമായിരുന്നു. ഇതുപോലുള്ള ചൂതാട്ടം, ദുശീലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. സ്ത്രീകൾ അമിതമായി തന്നെത്താൻ അലങ്കരിച്ച് വേണ്ടാതെ നടന്നിരുന്നു. കാര്യം ഈ അലങ്കാരത്തിൽ പലതും അതിനു വേണ്ടിയാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നൊരു നാടാണ് കൊരിന്ത്യ നാട്. അവിടെ പോയി കൊരിന്തിലൊരു സഭ രൂപീകരിച്ചെങ്കിലും ജനങ്ങൾ ആ പഴയ പാരമ്പര്യത്തിലും പരിചയത്തിലും തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനെ പൗലോസ് എതിർത്തു. പൗലോസ് ഇവിടെ എതിർക്കുമ്പോൾ ഇവിടെ ഞാൻ വേറൊരു വശം കൂടെ പറയാം. നമ്മൾ ഇതുവരെ തൊടാഞ്ഞൊരു വശമാണ്. പൗലോസ് തന്നെയാണ് നിർബന്ധിച്ച് സഭയെ കൊണ്ട് തീരുമാനം ഉണ്ടാക്കിച്ചത്. 4 കാര്യങ്ങൾ മാത്രം പാലിച്ചാൽ മതി നിങ്ങൾ സ്നാനപ്പെട്ടോളാം. രക്തം, ശ്വാസം മുട്ടി ചത്തത്, വിഗ്രഹാർപ്പിതം, ഏതാണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട്, പരസംഗം. ഈ 4 കാര്യങ്ങൾ വർജിച്ചാൽ മതി, ബാക്കി ഒന്നും കുഴപ്പമില്ല, പോരുന്നോളാൻ പറഞ്ഞാണ് സ്നാനപ്പെടുത്തി കഴിഞ്ഞ ശേഷമാണ് ഈ മദ്യപാനം വരുന്നത്. അപ്പം മദ്യപാനം ഒക്കുകയില്ല എന്ന് പൗലോസ് പറഞ്ഞു. ഇവരെ എതിർത്തു. വേർപാട് പറ്റത്തില്ല എന്ന് പറഞ്ഞതോടെ വേർപാട് അവരെ കൊണ്ട് ഒക്കത്തില്ല, എതിർത്തതിനെ തുടർന്ന് സാഹചര്യം മാറി. അവിടെ ഇടയനെ വെട്ടണം. ആ വാക്യം സെക്കരിയാവ് 13:7 ആടുകൾ ചിതറിപ്പോകത്തക്കവണ്ണം ഇടയനെ വെട്ടാൻ തീരുമാനിച്ചു. എന്നിട്ട് പൗലോസിന്റെ നേരെ തിരിഞ്ഞ് പൗലോസ് കുറ്റക്കാരനാണെന്ന് വരുത്താൻ ശ്രമിച്ചു. ഇതിനു വേണ്ടിയാണ് 2 കൊരിന്ത്യ ലേഖനം എഴുതിയത്. കൊരിന്ത്യ സഭയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് 2 കൊരിന്ത്യ ലേഖനം എഴുതുന്നത്. 1 കൊരിന്ത്യർ 16 അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ അങ്ങനെ ജനം പൗലോസിനെ വെറുത്തു, ഇവനെ വേണ്ടെന്നായി. കാര്യം ഇതിനകത്ത് ദുരുപദേഷ്ടക്കന്മാർ എഴുന്നേറ്റു. ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാരെയോ, അത് MA വർഗീസ് പോലും, PG വർഗീസ് പോലും, ടിനു ജോർജ് പോലും, തങ്കു ബർഗർ പോലും, ആരുപോലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവർ ഈ അപ്പച്ചന്മാർ കാണിച്ചു വെച്ച 250, 300 അല്ല പാസ്റ്റേ 25, 50 പേരുള്ള കൊച്ചു ഗ്രൂപ്പുകൾക്ക് പകരം കുറച്ചുകൂടെ വലിപ്പമുള്ള സഭ കൊണ്ടുവരണം. ഞാനിത് പറയുമ്പോൾ ഒത്തിരി പേര് എന്നോട് പിണങ്ങും. അവർ എന്നോടാണോ പിണങ്ങിയത്, ദൈവത്തോടാണോ പിണങ്ങിയത്? കാര്യം സഭ വളരുക എന്ന് പറയുന്നതിനകത്ത് ദൈവത്തോടാണ് പിണങ്ങേണ്ടത്, എന്നോടല്ല. ഇതിന് മേളിലോട്ട് വളർത്തിക്കൊണ്ടുവന്ന എല്ലാവരോടും എതിരുണ്ട്, അവരോടെല്ലാം എതിരുണ്ട്. കാരണം ഇതാണ്, പൗലോസിനെ എതിർത്തതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ ജനത്തെ രണ്ടാമത് പറഞ്ഞുറപ്പിക്കാനാണ് 2 കൊരിന്ത്യ ലേഖനം എഴുതുന്നത്. പൗലോസിനെ കുറിച്ച് ഒരുപാട് അപവാദങ്ങളുണ്ട്. ഞാൻ നോക്കട്ടെ പ്രധാന ആരോപണങ്ങൾ. 2 കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ താൻ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ജഡീകനാണ് എന്നവർ വാദിച്ചു. എനിക്കിപ്പോൾ വാക്യം വായിക്കാൻ നേരമില്ല, ഞാൻ കൊണ്ട് വാക്യം
പൗലൂസിനെ വിളിച്ചതാ. 2 കൊരിന്ത്യർ 10 അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 2, അനാത്മീയനാണ്, ക്രിസ്തുവിനുള്ളവനല്ല എന്ന് ജനം പറഞ്ഞു. പൗലൂസ് പറഞ്ഞു, അങ്ങനല്ല, ഞാൻ ക്രിസ്തുവിനുള്ളവനാ. 2 കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ 7 വാക്യം. സ്വയപ്രശംസക്കാരൻ എന്ന് പത്രോസിനെ വിളിച്ചു. അഹങ്കാരി എന്നാണ് ഇന്നത്തെ നാട്ടുകാരൻ പറയുന്നത്. സ്വയപ്രശംസക്കാരൻ എന്ന് വിളിച്ചു. 12 അധ്യായത്തിന്റെ 6 വാക്യം. സഭയെ ഇടിച്ചു പൊളിക്കുന്നവനാണ് എന്ന് 10 അധ്യായത്തിന്റെ 8 വാക്യം വായിച്ചാൽ മനസ്സിലാവും. 5, അധികാര ദുർമോഹിയാണെന്ന് പറഞ്ഞു. 10 അധ്യായത്തിന്റെ 8 വാക്യം. ശരീരത്തിൽ വൃത്തിയില്ലാത്ത വൃത്തികെട്ടവനാണ് ഇവനെന്ന് പറഞ്ഞു. 10 അധ്യായത്തിന്റെ 10 വാക്യം. ന്യായമായ സംസാര ശൈലി ഉള്ളവനല്ല, വിവരമില്ലാത്തവനാണ് ഇവനെന്ന് പറഞ്ഞു. 11 അധ്യായത്തിന്റെ 6 വാക്യം. ബുദ്ധിഹീനനാണ് ഇവനെന്ന് പറഞ്ഞു. 11-ന്റെ 1-ഉം 11-ന്റെ 16-ഉം ചേർത്ത് വായിച്ചാൽ. പ്രസംഗം വേറെയാണ്, ജീവിതം വേറെയാണ്, അങ്ങനെ ഇവൻ ഇരട്ടത്താപ്പുകാരനാണെന്ന് പറഞ്ഞു. 10 അധ്യായത്തിന്റെ 11 വാക്യം വായിച്ചാൽ 10ാമത്തെ ആരോപണം. 12 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ ഇവൻ മൂഢനാണ്. അതുകൊണ്ടാണ് പൗലൂസ് പറയേണ്ടതെന്ന്, ഞാൻ മൂഢനല്ല, നിങ്ങൾ പറയുന്ന പോലെ അല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് ഇടന്താ, ഞാൻ നിങ്ങളെപ്പോലെ നടക്കുന്നവനല്ല. ഇനി പുതിയ സ്ഥലങ്ങളിൽ എടുക്കാതെ സഭയിൽ നിന്ന് പിരിവെടുത്ത് ചക്കാത്തിൽ ജീവിക്കുന്നവനാണ് എന്ന് പൗലൂസിനെ കുറിച്ച് പറഞ്ഞു. 10 അധ്യായത്തിന്റെ 14 വാക്യവും 11 അധ്യായത്തിന്റെ 7 വാക്യവും 11 അധ്യായത്തിന്റെ 9 വാക്യവും ചേർത്ത് ചിന്തിച്ചാൽ, തോന്നിയവാസം സഭയിൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവനാണ്, സഭയെ ഭരണ ശേഷി കൊണ്ട് ഭരിക്കുന്നവനാണെന്ന് പറഞ്ഞു. 11 അധ്യായത്തിന്റെ 2 വാക്യം. നിങ്ങളെ സ്നേഹിക്കാത്തവനും വളർത്താത്തവനും സ്വന്തം കാര്യത്തിന് മാത്രം നിൽക്കുന്നവനുമാണെന്ന് പറഞ്ഞു. 11 അധ്യായം 11 വാക്യവും 11 അധ്യായം 7 വാക്യവും. കള്ള അപ്പോസ്തലനാണെന്ന് പറഞ്ഞു. 11 അധ്യായം 13 വാക്യം. കള്ളം പറയുന്നവനാണെന്ന് പറഞ്ഞു. റോമാലേഖനം 3:7. അവിടെ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ പറയുന്നത് ഇനി അഥവാ കള്ളമാണെങ്കിലും ക്രിസ്തുവിന്റെ നാമമഹത്വത്തിനാണല്ലോ, നിനക്കൊന്നും അല്ലല്ലോ. ഇവൻ പറയുന്ന വെളിപ്പാട് ഇവൻ കണ്ടിട്ടില്ല, ഇവൻ പറയുന്ന രോഗശാന്തി നടന്നിട്ടില്ല, ഇവൻ കള്ളനാണെന്ന് പറഞ്ഞ് പൗലൂസിനെ കുറിച്ച് പറഞ്ഞു. ആത്മദർശനമില്ലാത്തവനും കൃപാവരമില്ലാത്തവരുമാണെന്ന് പറഞ്ഞു. 11-ന്റെ 1 വാക്യം മുതൽ. ഇവൻ അപ്പോസ്തലനല്ല, ഞങ്ങളാണ് അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് 20 അലിഗേഷൻസാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ചത് പൗലൂസിനെ കുറിച്ച്. ഇനിയുമുണ്ട് ഇഷ്ടം പോലെ. ഇത് സഭയുടെ ആരംഭം മുതലുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ പെന്തക്കോസ്റ്റ് ചർച്ചിൻ്റെ ലീഡറായി നിൽക്കുന്നത് പാസ്റ്റർ കെ. എബ്രഹാംസ് ആണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാം അലിഗേഷൻസാണ്, എന്തെല്ലാം അലിഗേഷൻസ്. ഇത് ആരംഭകാലം മുതൽ തുടങ്ങിയതും അതേ പിശാച് നമ്മുടെ പിതാക്കന്മാർക്ക് കൈമാറിയതും അവർ മക്കൾക്ക് കൈമാറിയതുമായ ഒരു കേസാണ്. അപ്പം ഇത് കണ്ടാൽ യേശു പറഞ്ഞു, സന്തോഷിച്ചു ഉല്ലസിച്ചോണം, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. ഞാനിത് സഹിച്ചാ പോയേ. യവന്മാർ, ഇവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടെല്ലാം ചെയ്തത് ഇതാണ്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാൻ പാസ്റ്റർ ഇന്ന് വന്നത് കണ്ടത് സന്തോഷമായി. എവിടെയെങ്കിലും ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്ന കുറച്ച് പേർ, വിശകി പോയവർ പോയി, അവരെ നോക്കിയിട്ട് കാര്യമില്ല, പോയതാണ്. പിന്നെ എരിയുന്ന കൊള്ളികൾ വല്ലതും തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരാത്മാവാണ്, അല്ലെ 1000 ആത്മാക്കളാണ്. 1000 ഭൂലോകത്തേക്കാൾ വലുതാണ്. കർത്താവിന് വലുതായതുകൊണ്ട് അതിന് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ഞാൻ ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ചു, എൻ്റെ സ്വന്തം ഭാര്യ പോലും ഞാൻ ഈ പറയുന്നതിന് സപ്പോർട്ടല്ല, എതിരല്ല, സപ്പോർട്ടല്ല, മക്കൾ സപ്പോർട്ടല്ല. അവരുടെ വീട് ഇതിൻ്റെ സമയം കളയുന്നതിന്. കാര്യം സ്വർഗത്തിൽ പോകാനുള്ളവനെ ദൈവം കൊണ്ടുപോകും, അല്ലാത്തതൊന്നും നശിച്ചു ഇല്ല പാസ്റ്ററെ. ആത്മഭാരം എന്ന് പറയുന്ന വേറൊന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലജ്ജ എന്ന് പറയുന്ന ഒന്നില്ല. ഞാൻ സ്നാനപ്പെട്ട അന്ന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. അന്ന് തിരിച്ച് സ്കൂളിൽ ചെല്ലുമ്പോൾ, സ്കൂളിൽ നിന്ന് പേര് വെട്ടിക്കളഞ്ഞതാണ്, സ്കൂളിൽ തിരിച്ച് ചെല്ലുമ്പോൾ പൂഴി വാരി ദിവസം തോറും, ഒരു ദിവസമല്ല, എൻ്റെ തലയിൽ എറിയുമായിരുന്നു. ഈ വഴിയറമ്പിലിരിക്കുന്ന തോമരയുടെ തണ്ടും കപ്പയുടെ തണ്ടും ഒടിച്ച് എൻ്റെ തലയ്ക്ക് മേളിൽ പിടിച്ചു പോയിന്ന് വിളിച്ച് എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടതാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്ന് കഴിഞ്ഞ ശേഷം അവരെന്നെ ഉപദേശി വർഗീസും ദൈവം വർഗീസും വരെ ആക്കിയതാണ്. ഇന്നത്തെ ലോകത്തിൽ കള്ളനും ലൂസിഫറും വരെ വിളിക്കുന്നതാണ്. ഇതൊന്നും കാര്യമല്ല. ബഹുജനം പലവിധം. നമ്മളാരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, ആരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി അഡ്വാൻസും വാങ്ങിച്ചിട്ടില്ല. യൂട്യൂബുകാരനെ വിശ്വസിപ്പിച്ചോ ദൈവം എന്നോട് ചോദിക്കത്തുമില്ല. അതൊന്നും എൻ്റെ ജോലിയല്ല. എൻ്റെ ജോലി സഭയെ നയിക്കുക, അത് ഞാൻ ചെയ്യുന്നുണ്ട്. ആളുകളെ നേടുക, അത് ഞാൻ ചെയ്യുന്നുണ്ട്. അറസ്റ്റ് വരിച്ചിട്ടുണ്ട്, ഉറക്കമില്ലാത്ത ദിവസങ്ങൾ പലതുണ്ട്, ഗവൺമെൻറ് എതിർപ്പുകൾ ധാരാളമുണ്ട്, എൻക്വയറികൾ നടന്നിട്ടുണ്ട്, അക്കൗണ്ട്സ് പല പ്രാവശ്യം ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഫ്രീസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇവന്മാർ ഈ ബഹളം വെക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഈ ഗവൺമെൻറ് ഏജൻസീസിനെ കൊണ്ട് അക്കൗണ്ട് ഇൻട്രപ്റ്റ് ചെയ്യിപ്പിക്കാനും പരിശോധിപ്പിക്കാനും ഒക്കെ ഇതെല്ലാം നടക്കുന്നുണ്ട് പല പ്രാവശ്യം. സ്ക്രൂട്ടണി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞു. പല ഓർഗനൈസേഷനും ഗവൺമെൻറ് അക്കൗണ്ട് സ്ക്രൂട്ടണി. ഞാൻ കേട്ടതനുസരിച്ച്
5-6 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം എടുത്തേക്കും. അത് എല്ലാവരുടെയും എടുക്കാറില്ല. കാര്യം അവിടെ ഓഫീസേഴ്സിന് എണ്ണ കുറവുണ്ട്, അതുകൊണ്ട് എല്ലാവരുടെയും എടുക്കാറില്ല. എനിക്ക് 4 വർഷം കണ്ടിന്യൂസ്ലി സ്ക്രൂട്ടണി വന്നത്. പക്ഷെ ദൈവത്തിന്റെ കരുണയിൽ ഒരു പൈസയുടെ പോലും മിസ്റ്റേക്ക് കണ്ടിട്ടില്ല. 1 സിംഗിൾ പൈ. ഞാൻ ഓഡിറ്റർ ഓഫീസിൽ പറഞ്ഞിരിക്കുന്നത് 1 രൂപ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാമെങ്കിൽ കണ്ടുപിടിക്കണം, നത്തിങ് ലൈക്ക് റൈറ്റ് ഓഫ്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് 0.1% ഒക്കെ റൈറ്റ് ഓഫ് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പം ഇവിടെ റൈറ്റ് ഓഫിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അക്കൗണ്ടൻ്റ് എന്നോട് കംപ്ലൈൻറ്റ് പറയും, ഇത് പക്ഷേ കണ്ടമാനം പണിയാണ്. കാര്യം ചിലപ്പോൾ ഒക്കെ എണ്ണി വരുമ്പോഴൊക്കെ 1 രൂപയുടെയൊക്കെ ഡിഫറൻസ് കണ്ടുപിടിച്ചേ പറ്റൂ. ഈ കനോട്ട് കോംപ്രമൈസ്. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാറില്ല. അങ്ങനെയാ പോകും. എനിവേ ഒരുപാട് എൻലൈറ്റനിങ് ആയിരുന്നു, എംപവറിംഗ് ആയിരുന്നു. അതെ, അമ്മയുടെ ജീവിതം സമൂഹത്തിന് തുറന്നു കാട്ടിയതിന് 1000 നന്ദി. ഇനിയും ദൈവം ഉപയോഗിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Thank you so എനിക്ക് അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന ആളുകളോട്, അതിനകത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവരോട് മാത്രം ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം എന്ന് തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. മെമ്മറീസിനെ സ്നേഹിക്കുന്നവർ ഒരുപാട് അല്ല, പേരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദൈവത്തെ സ്നേഹിക്കുന്നവർ മാത്രം. മറ്റേ ഈ മീഡിയയിൽ പറയുന്ന വ്യാജം വിശ്വസിക്കുന്നവർ വ്യാജാത്മാവായി പോയെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കില്ല. അല്ലെങ്കിൽ അത് വിശ്വസിക്കുക. How is your health? ഹെൽത്ത് എങ്ങനെയുണ്ട്? ഹെൽത്ത് വൈസിൽ പാസ്റ്റർ മാനേജബിൾ, അങ്ങനെ മാത്രമേ പറയാനൊക്കത്തുള്ളൂ. ഞാൻ ലിമിറ്റഡ് ആഹാരം കഴിക്കും. എന്താണ് ഡയറ്റ് ഒക്കെ? ആക്ച്വൽ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് എല്ലാം കഴിക്കാം. എനിക്ക് എല്ലാം കഴിക്കാം, സകല വസ്തുവും കഴിക്കാം. കൂടുതൽ എരിയുള്ളത് കഴിച്ചാൽ വയറിൽ അസുഖം ഉണ്ടാവും. ഞാൻ മീറ്റ് പൊതുവെ ഒഴിവാക്കി കഴിയുമെങ്കിൽ വെജിറ്റേറിയനും അല്ലെങ്കിൽ മീനും എടുക്കും. അങ്ങനെയാ പോകുന്നു. മീറ്റ് പൊതുവെ. കഴിഞ്ഞ ദിവസം വലിയൊരു തമാശ ഉണ്ട്. എങ്ങാണ്ട് ഒരു പുള്ളിക്കാരനെ എഴുതി പിടിപ്പിച്ചു. ഇവിടെ എന്നെ ഏതോ ഒരു കൺവെൻഷന് വിളിച്ചു പോലും, എനിക്കറിയത്തില്ല. ഒരു കൺവെൻഷന് വിളിച്ചു. അപ്പം എന്നോട് എന്ത് ഭക്ഷണം കഴിക്കുമെന്ന് ചോദിച്ചു, മെനു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പോലും എനിക്ക് താറാവിറച്ചി കഴിക്കത്തുള്ളൂ എന്ന്. തുടർന്ന് എൻ്റെ മെനുവിൻ്റെ ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റ് കൊടുത്തപ്പോൾ അവൻ അന്വേഷിച്ചിട്ട് ഒരു കൺവെൻഷന് വേണ്ടി വെച്ചിരിക്കുന്ന മുഴുവൻ പൈസയും കൂടെ എൻ്റെ മെനുവിന് വേണ്ടി തന്നെയാവും, അതുകൊണ്ട് കൺവെൻഷൻ വേണ്ടെന്ന് വെച്ചു. എന്നെല്ലാം ഭോഷ്ക്ക് കേൾക്കണം അപ്പ, എന്നെല്ലാം ഭോഷ്ക്ക് കേൾക്കണം. ആഹാരത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നവരോട് നിങ്ങളുടെ ഉണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ ഒരു ഭാഗം എനിക്കും കൂടെ തന്ന ഉപകാരം ഇങ്ങനെ പറയാറുള്ളൂ, അതിൽ കൂടുതൽ പറയാറില്ല. പക്ഷെ ആരും എന്നെ ആഹാരം തരാതെ വിട്ടിട്ടില്ല. എന്നെ ആര് വിളിച്ചാലും മാന്യമായി തരും. എനിക്കെല്ലാം കൂടെ കഴിക്കാവുന്ന ഒരു അളവുണ്ട്. ലിറ്ററലി പ്രാക്ടിക്കലി ഒരു ദിവസം ഒരു 3 സാധാരണ വലിപ്പമുള്ള ഒരു 3 ഇഡ്ഡലിയുടെ വലിപ്പത്തിലുള്ള ആഹാരമേ ഞാൻ കഴിക്കത്തുള്ളൂ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കൂടെ ചേർത്ത് ഇത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു കഷ്ണം മീനുണ്ടെങ്കിൽ വലിയ സന്തോഷം. ഒരു ചപ്പാത്തി ആയിരിക്കും ചിലർ തരുന്നത്. ചപ്പാത്തി തരുന്നിടത്തുനിന്ന് ഒരു ചപ്പാത്തി ഞാൻ കഴിക്കില്ല, 2 എനിക്ക് കഴിക്കാൻ ഒക്കത്തില്ല. എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്. എൻ്റെ വയറിനകത്ത് മേജർ സർജറി നടന്നതാണ്. ഇതും കൊണ്ടൊക്കെ നടക്കാൻ ദൈവം കൃപ തരും. അങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതുവരെ അങ്ങനെ കാര്യമായ പ്രശ്നമൊന്നുമില്ല. വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഇത്രത്തോളം സമയം കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണും വരെ ഗുഡ് ബൈ.